ഞാൻ ഒത്തുപാക്കുമാളിൻ കണ്ണിലുള്ളത് ചോദ്യം ഉത്തരം ഒന്നും ശരിയല്ല. നമ്മൾ സെറ്റാണ്. ജിസന്റെ അടുത്ത് പറഞ്ഞു അവനെ എപ്പോഴും പൊക്കി മാത്രം പറയാൻ പറ്റില്ല. ചീട്ട് കളിക്കുന്നവരും ബിയർ കുടിക്കുന്നവരൊക്കെ ചെകുത്താന്റേതാണോ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നത്? അടിച്ച് കാരണം വിളിക്കാൻ പറയില്ലേ? അതുണ്ട്. അങ്ങനെ അല്ല, അങ്ങനെ ഇതൊരു കോൺവെർസേഷൻ ആയിട്ട് എടുക്കും. ഞാൻ ആ ക്യാമറയിലെല്ലാം എടുക്കുമെന്ന് ഓർമ്മിക്കുക. അപ്പോഴാണ് ഞാൻ അങ്ങോട്ടെല്ലാം നോക്കുന്നത്. അല്ലെങ്കിൽ നല്ല രസം നിങ്ങൾ സംസാരിക്കാൻ നിങ്ങൾ പറയാം ഇത് നല്ലതാണ്, ഒന്ന് പോയി നോക്കൂ. അത് ഞാൻ പറയും ഇതിന്റെ ഔട്ട് ആദ്യം വരട്ടെ, എന്നിട്ട് ഞാൻ എഡിറ്റിംഗ് എല്ലാം മര്യാദക്ക് ഉണ്ടെന്ന് നോക്കട്ടെ. ഞാനൊരു ആരോടും പറയാത്തൊരു കാര്യം പറയാം. ഇതിനെന്തെങ്കിലും പ്രശ്നത്തിലാവുമെന്ന് തോന്നാരകം, എന്നാലും പറയാം. അങ്ങനെ എന്തായാലും ഇതിന് നെഗറ്റീവ് കമന്റ്സ് വരാൻ ചാൻസ് ഇല്ല. കട്ട് ചെയ്യണ്ട, രസാണ്, നല്ലതാ. അതങ്ങനെ തന്നെ വെച്ചാൽ അതൊന്നും കട്ട് ചെയ്യണ്ട. പിന്നെ അങ്ങനെ തന്നെ, ഇതൊക്കെയല്ലേ പ്യൂർ സാധനല്ലേ. അപ്പൊ കട്ട് ചെയ്യണോ അവന്? എടാ നിനക്ക് എന്റർടൈൻമെന്റ് വേണ്ടേ? ആദ്യം ചോദ്യം ശരിയല്ലാണ്ട് സ്വാഗതം. താങ്ക് യു. മനുഷ്യനെ കുറച്ചൊക്കെ മനസ്സിലാക്കാതെ മെന്റലിസം ചെയ്യാൻ കഴിയില്ല, കുറെ അധികം മനസ്സിലാക്കണം. മനുഷ്യൻ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ഒരു സാധാരണ മനുഷ്യന്റെ ആവശ്യമാണോ? അത് ഏതൊരു സ്പീഷീസിൻ്റെയും ആവശ്യമാണ്. മനുഷ്യനിലേക്ക് ഒതുങ്ങേണ്ട കാര്യമൊന്നുമില്ല. സ്പീഷീസിനെ മനസ്സിലാക്കുക, ചുറ്റുപാട് മനസ്സിലാക്കുന്ന ആവശ്യമൊന്നും ചോദ്യമേ ഇല്ല. എല്ലാം ആവശ്യമില്ല, അല്ലാത്തവർ സർവൈവ് ചെയ്യില്ല. പക്ഷെ മനുഷ്യൻ അവനവനെ തന്നെ മനസ്സിലാക്കണ്ടേ കുറച്ചൊക്കെ? തീർച്ചയായിട്ടും വേണം. അപ്പം മനുഷ്യൻ അവനവനെ മനസ്സിലാക്കുന്നുണ്ടോ? ഇതൊന്നും ഇല്ലാതെയും ജീവിച്ചു പോകുന്നവരുണ്ട്. അത് നല്ലൊരു ചോദ്യമുണ്ട്. എസ്കിമോ ആൻഡ് പ്രീസ്റ്റ്. ഇപ്പോൾ അവർ മതം വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പല പല സ്ഥലങ്ങളിലെത്തപ്പോൾ അന്റാർട്ടിക്ക പോലെ എത്തി. അപ്പോൾ അവിടെ നിന്നല്ല കഥ, ഈ 4 വരിയേ ഉള്ളൂ. ദ എസ്കിമോ ആസ്ക്ഡ് ദ പ്രീസ്റ്റ് ഇഫ് ഐ ഡിഡ്ന്റ് നോ അബൌട്ട് പുണ്യപാപങ്ങൾ, സിൻ ആൻഡ്, എനിക്ക് പുണ്യപാപങ്ങളെ പറ്റിയിട്ട് അറിയാത്ത ഒരാളാണ് ഞാൻ, അപ്പം ഞാൻ നരകത്തിൽ പോവോ? അപ്പം അദ്ദേഹം പറഞ്ഞു നോ, നോട്ട് ദാറ്റ് ഇഫ് യു ഡോണ്ട് നോ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോവില്ല. അപ്പം അയാൾ തിരിച്ചു ചോദിച്ചു ദെൻ വൈ ഡിഡ് യു ടീച്ച് മീ? പിന്നെന്തിനാ പഠിപ്പിച്ചത്? എക്സാക്ട്. ഇതൊന്നും ഇല്ലെങ്കിലും ഇവിടെ ജീവിച്ചു പോവാം അല്ലേ? അങ്ങനെ ഇപ്പം എത്രയോ ഗോത്രവർഗ്ഗ ഇവരൊക്കെ ജീവിക്കുന്ന പുറം ലോകം എന്ന് അറിഞ്ഞിട്ടോ ടെക്നോളജി കണ്ടിട്ടോ ഒന്നും അല്ലല്ലോ, നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെ പോവാം. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ആവണം, എങ്ങനെ ജീവിക്കണം, ബേസിക്കലി ഗ്രീഡ് ആൻഡ് ഇതൊക്കെ വന്ന് തുടങ്ങി അത് ബാലൻസ് ചെയ്ത ആൾക്കാർ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പം പ്രൊഫഷണൽ എക്സലൻസ് എന്നൊക്കെയാണല്ലോ അല്ലേ? നിങ്ങൾക്ക് അതിൽ എത്രത്തോളം എത്തണോ അത്രത്തോളം പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനി നിങ്ങളൊന്നും ഈ പുറം ലോകം ഒന്നും കാണാതെ വൺ തിങ് ടു ഡു എന്ന് പറയും. ഒരു പ്രൊഫഷണലിലെ ഏറ്റവും നല്ല ഡെഫിനേഷനിൽ ഒന്നാണ് വൺ തിങ് ടു ഡു. വൺ തിങ് ടു ഡു. ഒരു ടീം മാസ്റ്റർ ആയിക്കോട്ടെ, അതിലുള്ള എല്ലാം പഠിച്ച് ഫോക്കസ് ചെയ്താൽ മതി. ഷെർലോക്ക് ഹോംസിൻ്റെ തന്നെ ഒരു വരെയുണ്ട്. ഒരു ഫിക്ഷണൽ ക്യാരക്ടർ ആണെങ്കിലും അദ്ദേഹത്തിന് അറിയാവുന്ന കുറച്ച് സബ്ജക്റ്റുകളുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ള സറൗണ്ടിങ്ങിലുള്ള എല്ലാം 54 തരം പുകയിലെ ചാരങ്ങൾ, അതായത് ചാരങ്ങളെ പറ്റിയിട്ട് അതിനെ പറ്റിയിട്ട് വരെ അവർ പഠിക്കും. ഇത് മനുഷ്യന് ഒരിക്കലും ഗുണമുള്ള നോളജ് അല്ല. പക്ഷെ അദ്ദേഹത്തിന് സൗരയൂഥത്തിനെ പറ്റിയിട്ട് ഒരു മണ്ണും അറിയില്ല. അപ്പോൾ ചോദിക്കും ഇത് എന്ത് സൂര്യൻ്റെ ഭ്രമണപഥത്തിൽ നമുക്കൊന്നും അറിയില്ല എന്നോ? അപ്പോൾ അയാൾ പറയും സൂര്യൻ ചന്ദ്രനെ ചുറ്റിയാലും ചന്ദ്രൻ ഭൂമിനെ ചുറ്റിയാലും എന്നെ എൻ്റെ പ്രവർത്തനത്തിന് തരുമ്പം ബാധിക്കാൻ പോകുന്നില്ല. ഞാനിതൊന്നും അറിഞ്ഞിട്ടെങ്കിൽ ഇതൊക്കെ നടന്നു പോകും. സോ നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ എക്സലൻസിന് എന്തൊക്കെ വേണം? ബേസിക്കലി ഹ്യൂമൻ നേച്ചറിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോൾ കൾച്ചറൽ എത്തിക് മൊറാലിറ്റി എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ നമ്മുടെ വാല്യൂസ്, നമ്മുടെ പിന്നെ ഇടപെടലുകൾ, വെർ യു ഗോ ബി ദ സോൾ ഓഫ് ദാറ്റ് പ്ലേസ് എന്ന് പറയുന്നത് റൂമിൽ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആദ്യം മാക്സിമം മനസ്സിലാക്കി കഴിഞ്ഞിട്ട്, അത് പഠിക്കേണ്ടതാണെന്ന് വെച്ചാൽ മനസ്സിലാക്കലാന്ന് തോന്നുന്നു അല്ലേ? അറിവും തിരിച്ചറിയും തമ്മിലൊരു വ്യത്യാസമല്ലേ? പിന്നെ ഈ പറയുന്ന പ്രൊഫഷണൽ എക്സലൻസ്, നമ്മൾ ചെയ്യുന്ന മണ്ഡലം എന്താ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞ് അവിടുന്ന് അതിന് ചുറ്റിപ്പറ്റിയുള്ളതിലേക്കൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ല രീതി എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ ഏകദേശം ഇങ്ങനെയാണ്, എനിക്ക് കുറച്ച് സബ്ജക്റ്റുകൾ ഉണ്ട്, അതെനിക്ക് വളരെ നന്നായിട്ട് അറിയാൻ തോന്നുന്നു. അതല്ലാത്ത കാര്യങ്ങളിലൊക്കെ ഞാൻ മരണമണ്ടനാണ്. നിങ്ങൾ ചോദിക്കൂ ഗാർഹിക വിജ്ഞാനം, ഒരു മണ്ണ് ഗാർഹിക വിജ്ഞാനം കൂടിപ്പോയോ സാഹിത്യം? അത് എനിക്കൊന്നും അറിയില്ല. വീട്ടിൽ നിന്നെല്ലാം പറയും, കുട്ടൻ ഒന്നും മിണ്ടാതിരുന്നേ, എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഇരട്ടിപ്പണിയാ. നമുക്കൊരു അതൊരു ഒന്ന് മടക്കി വെക്കുന്നതായിരിക്കും, സിമ്പിൾ കാര്യങ്ങളായിരിക്കും, ഒന്നും അറിയില്ല. അപ്പം അത് എന്നെ കൊണ്ട് പറ്റില്ല, അതിനുവേണ്ടി ഞാൻ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. രാഷ്ട്രീയം, എനിക്കിങ്ങനെ പല കാര്യത്തിനെ പറ്റിയിട്ടും ഒരു ധാരണയില്ലാത്തതാണ്. അപ്പം നമ്മളത് അങ്ങനെ ആ സബ്ജക്റ്റിൽ ആരെങ്കിലും വെറുതെ കേട്ടിരിക്കും. പിന്നെ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഫോക്കസ് പോകുന്നല്ലാതെ. സോ ചോദ്യത്തിൻ്റെ ഉത്തരം ആയോ? എത്രത്തോളം മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ
അത് ഇതിന്റെ ഉത്തരം ഒരു പകുതിയായിന്ന് എനിക്ക് തോന്നുന്നു. അതായത് ചോദിക്കുന്നതിനെ ലീഡ് ചെയ്യൂ. കറക്റ്റ്. അതായത് അറിവും തിരിച്ചറിവും എന്ന് പറഞ്ഞില്ലേ, അതായത് എനിക്ക് തോന്നുന്നു നോളജ് ആൻഡ് വിസ്ഡം അല്ലേ. അപ്പം വിസ്ഡം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു പ്രായോഗികമായ നോളജാണ്. ആവശ്യമില്ലാത്ത അവനവന് ഉപയോഗിക്കാവുന്ന അറിവ്, അതാണ് തിരിച്ചറിയുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പിന്നെ തീർച്ചയായിട്ടും. അപ്പം നമ്മളുടെ ഷോയുടെ ഉദ്ദേശം അത് തന്നെയാണ്. അതായത് അവനവന് ഉപയോഗിക്കാവുന്ന അറിവ് ആളുകൾക്ക് കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ മനുഷ്യനെ പറ്റിയുള്ള അറിവ് ഏത് മനുഷ്യനും കുറേയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ തങ്ങളുടെ വീഡിയോകളിൽ തന്നെ പലപ്പോഴും കാണുന്ന എങ്ങനെ സംസാരിക്കാം, എങ്ങനെ ഒരു നല്ല ലിസണർ ആവാം, ഇതൊക്കെ മനുഷ്യൻ്റെ വളരെ ബേസിക്, ഇപ്പോൾ ഈ സൈക്കോളജിയിലുള്ള ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് സംസാരിച്ചുകൊണ്ടേയിരുന്ന ആൾക്കാരെ ബോറടിപ്പിക്കുക. അപ്പോൾ അങ്ങനെയുള്ള അറിവ് എത്രമാത്രം പ്രധാനമാണെന്നുള്ള ഇത്രത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഞാൻ പറയുന്നത്. പക്ഷേ പണ്ട് ഇത് പറഞ്ഞുതരാൻ നമുക്ക് പിന്നെ ഈ കൂട്ടുകുടുംബത്തിലെല്ലാം ആളുകൾ ഉണ്ടായിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അന്നത്തെ ആൾക്കാർക്ക് നന്നായിട്ട് കഥകൾ പറഞ്ഞുതരാൻ. അപ്പോൾ അതിലൂടെ എല്ലാം നമുക്ക് ഒരു സൈഡിൽ നമ്മൾ കുറച്ചധികം തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാവും. എന്നാലും അങ്ങനെ പറഞ്ഞുതരാം. ഇപ്പം അത് കിട്ടുന്നില്ലല്ലോ കുട്ടികൾക്കൊന്നും സാഹചര്യം. പക്ഷേ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 100 ഇരട്ടി സാധ്യതകളാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, നമ്മൾ ഈ മീഡിയ ഒന്നും ഇതിന് ഉപയോഗിക്കാറില്ലെന്ന് തോന്നുന്നു. നല്ല സ്റ്റോറി പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ നല്ല വാല്യൂസ് പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ അങ്ങനത്തെ ഒരു ചാനലായിരിക്കില്ലല്ലോ കൂടുതൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക. ഞാൻ പറയുന്നത് എന്താ പറയുക, ഇതൊന്നും MA സൈക്കോളജി പഠിച്ചിട്ട് കിട്ടണമെന്നില്ല. എത്രത്തോളം പഠിച്ചാലും ഇനഫ് എന്ന് പറയുന്ന സ്ഥലവുമില്ല. കൂടുതൽ പഠിച്ചിട്ട് അബദ്ധത്തിലാവുന്നവരും നല്ല പെരുമാറ്റമുള്ളവരായിരിക്കും. എന്നിട്ട് അവര് ചിലപ്പോൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ സ്പിരിച്വാലിറ്റി വേറെ ലൈനിലാവും. അവര് സംസാരം നിൽക്കും, അവര് പിന്നെ ഒരു മുഖം. അപ്പൊ അതിന് നമുക്ക് അവർക്ക് മെച്യൂരിറ്റി ആയി എന്ന് പറയാൻ വേണ്ടി പറ്റില്ല എന്ന് തോന്നുന്നു അല്ലേ. അപ്പൊ വേറെ എത്രയാണ് ഇനഫ് എന്നുള്ളത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്കും നമ്മുടെ ചുറ്റിനുള്ളവർക്കും സന്തോഷം കിട്ടുന്നത്ര, ഇൻട്രസ്റ്റിംഗ് ആയി നിൽക്കുന്നത്ര അവിടെ ആയിരിക്കും സ്വീറ്റ് സ്പോട്ട്. അതെ. ഞാൻ കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ കണ്ടതിൽ ഞാനൊരു ഭയങ്കര ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഞാൻ ശ്രദ്ധിച്ചു. അതൊന്ന് അവയർനെസ്, അവർ പറയാൻ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾ അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾക്കൊരു കേഴ്സ് ആണെന്ന് പറഞ്ഞു അല്ലേ. അത് ഭയങ്കര കൗണ്ടർ ഇൻറ്റ്യൂട്ടീവ് ആണ് അല്ലേ. അപ്പൊ കുറച്ചൊക്കെ നമുക്ക് ഈ വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന് പറയുന്നതിലും സത്യമുണ്ട് അല്ലേ. ഇപ്പൊ അങ്ങനെയെല്ലാം പറയാം. അതെ അത് ആ വിഷയം അങ്ങനെ ആയതുകൊണ്ടും കൂടിയാണ്. ഒരു ഡിസെപ്ഷൻ അനാലിസിസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കള്ളത്തരം, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒരു സ്ഥലത്ത് പഠിക്കുമ്പോൾ അതിന് ഒരുപാട് നെഗറ്റിവിറ്റിക്ക് ആദ്യം തന്നെ കൈകാര്യം ചെയ്യണം. എങ്ങനെയാണ് കള്ളം പറയുന്നത് കണ്ടുപിടിക്കുന്നത്? അപ്പൊ കള്ളന്മാരെ പറ്റി പഠിക്കണ്ടേ? അപ്പൊ ഇല്ല കഥകളൊക്കെ അങ്ങനത്തേതായിരിക്കില്ലേ. അപ്പൊ ഇത് ഒരുപാട് നെഗറ്റിവിറ്റി കഴിഞ്ഞിട്ടാണ് ഈ വിഷയം തന്നെ പഠിച്ചിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇനിയെങ്കിലും കുറച്ച് പോസിറ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാല് അപ്പോ അതാണ്. അപ്പൊ നമ്മൾ ഇഫ് യു പേ ഫോർ റെയിൻ യു ഹാവ് ടു ഡീൽ വിത്ത് മഡ് ആസ് വെൽ എന്ന് പറയും അല്ലേ. മഴക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാലും പൈസ ചെലവാക്കിയാലും ചളി അതിൻ്റെ കൂടെ വരുന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. അതാണ് നമ്മളതൊരു കേഴ്സ് പോലെയാണെന്ന് പറഞ്ഞത്. ഇപ്പം എല്ലാവരും കള്ളം പറയും. അതിപ്പോൾ നമ്മുടെ അമ്മയും പറയും. നമുക്കത് അല്ലാന്ന് വിചാരിക്കാൻ അങ്ങനെയല്ലത്. അപ്പം അത് എത്രത്തോളം മനസ്സിലാവണോ അപ്പോൾ ഒരു വിഷമാവില്ലേ. അത് എങ്ങനത്തെ കള്ളാണ് കൂടുതൽ ഡേഞ്ചറസ്? ഒരാൾ അറിയാതെ പറയുന്ന കള്ളാണോ, ആൾ അറിഞ്ഞിട്ട് പറയുന്ന കള്ളാണോ? ഓരോരുത്തർക്കും അത് ഓരോ പോലെ അല്ലേ. ഇപ്പം വൈറ്റ് ലൈസ് തന്നെയാണ് കൂടുതൽ. അതുകൊണ്ട് ആർക്കും ദ്രോഹം അറിഞ്ഞിട്ടുള്ളതല്ലേ. വൈറ്റ് ലൈസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരാള് അറിഞ്ഞുകൊണ്ട് ഒരാളെ വേദനിപ്പിക്കാതെ ചെയ്യുന്ന. പക്ഷേ വൈറ്റ് ലൈസിനുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ അത് വലിയ ദ്രോഹം ഉണ്ടാവില്ല. ഇപ്പോൾ അതിപ്പോൾ നമ്മൾ ആലോചിക്കും, വീട്ടിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ട് സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ട് കണക്കിൽ എന്തെങ്കിലും അൽഗരിതം ആലോചിച്ചിട്ട് പോകുമ്പോൾ എവിടെയാണ് പോകുന്നത് എന്നിട്ട് എന്തെല്ലോ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ രണ്ടുത്തരം പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ നിർത്താം. പിന്നെ ഇങ്ങനെ നമ്മുടെ നാട്ടിലിത് അതൊരു രീതിയാണ്, നാട്ടിൻപുറത്തെ ദ്രോഹമല്ല. പക്ഷെ നമുക്ക് ഇത് പൈസ എണ്ണുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കൂട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ചോദിച്ചാൽ ദേഷ്യം വരില്ലേ, എണ്ണം തെറ്റൂലേ. അങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുമ്പോൾ അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒഴിവാക്കാനല്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ദ്രോഹമൊന്നുമില്ല. അപ്പൊ അങ്ങനത്തെ വൈറ്റ് ലൈസ് എല്ലാം വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ഇതൊരു 60 വയസ്സിന് മുകളിലുള്ളവരെ പറ്റി പഠിക്കുമ്പോൾ അതങ്ങനെ പറയുമ്പോൾ ഒരു കാറ്റഗറീനെ കളിയാക്കാനല്ല. അവർ പലപ്പോഴും ചില കാര്യങ്ങൾ പറയുമ്പോൾ പണ്ടത്തെ കാര്യം എന്ന് പറയുന്നത്
കുറേ ഇല്ലാത്തതുണ്ടാവും. അത് ഇല്ലാത്തത് പറഞ്ഞാൽ ഭയങ്കര കളവായിട്ടല്ല, ഒന്ന് അവരങ്ങനെ ആവണം എന്ന് അവർ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവില്ലേ, ഇത് റിപ്പീറ്റഡ്ലി അവർ പറഞ്ഞു പറഞ്ഞ് കാലക്രമേണ ഇത് അവരുടെ സത്യമായി. അവർ പോലും ഓർക്കുന്നില്ല അതല്ലാന്ന്. നമ്മൾ 2 മൈലൊക്കെ നീന്തി അല്ലെങ്കിൽ ഇത്ര 14 കിലോമീറ്റർ നടന്ന് ചെരുപ്പൊന്നും ഇല്ലാതെ കാട്ടിലൂടെ ഇങ്ങനെ പോയി. അപ്പം അത് പറയുമ്പോൾ അത്ര ഉണ്ടാവണമെന്നില്ല. കേട്ട് വന്നതിൽ കുറെ ഇങ്ങനെ കാര്യങ്ങൾ റിപ്പീറ്റഡ്ലി പറയുമ്പോൾ അത് അവരുടെ സത്യമാവുന്ന പോലെ ഉണ്ട്. അല്ല, അത് അത്ര ഉപദ്രവമില്ല, അതുമില്ല, അത് അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിലെ ലോജിക്കിലാണ് നമുക്ക്, അത് ഈ പറയുന്നതിലുള്ള പൊരുത്തവും ഇതിലുള്ള ലോജിക്കിലാണ് അങ്ങനത്തെ കള്ളങ്ങൾ പിടിക്കുക. മറ്റതല്ല, പ്രോപ്പർ ഡിസെപ്റ്റീവ് സയൻസ് അവർ കാണിക്കാൻ തുടങ്ങും. നമ്മൾ നന്നായിട്ടിരിക്കുക, അല്ലെങ്കിൽ മുമ്പിലുള്ള ഒരാളെ ഇംപ്രസ് ചെയ്യുക, അവരുടെ കുറച്ച് ഇഷ്ടം നമുക്ക് താല്പര്യം നമ്മളിലേക്ക് വേണമെന്നെല്ലാം തോന്നുമ്പോൾ ആൾക്കാർ കുറച്ച് പൊങ്ങച്ചം പോലെയുള്ള കള്ളങ്ങൾ പറയില്ലേ, അത് പെട്ടെന്ന് മനസ്സിലാവും. അത് പിന്നെ ടൈമിങ്, വെർബൽ ഇതിലുള്ള ടൈമിങ്, ബോഡി ലാംഗ്വേജിന്റെ കുറച്ച് ക്യൂ എല്ലാം കണ്ടിട്ട് അത് മനസ്സിലാവും. അപ്പം നമുക്കൊരു വിഷമം. നമ്മൾ വിചാരിക്കുന്നു, നമ്മൾ ഓൾറെഡി ഇവിടെ ഇല്ലേ, ഇവിടെ ഉണ്ടല്ലോ, അങ്ങനെയല്ല, ഇത് ഇത്രയും പോണോ, ഇതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവരോട് ഇത് എങ്ങനെ പറയും? അപ്പൊ പറഞ്ഞു ചിലപ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്കതൊരു വിഷമോ ചമ്മലോ. അപ്പൊ ഇതിനിപ്പോ ഒരു അരമണിക്കൂറും കൂടെ ഇത് ഇങ്ങനെ തന്നെ കേൾക്കണ്ടേ? ഇപ്പോ നമ്മൾ മോഷ്ടിച്ചിട്ടില്ല എന്ന് നമുക്ക്, എൻ്റെ ലൈഫിൽ ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് ഒരിക്കൽ മോഷ്ടിക്കുന്നവരെ പറയാൻ പറ്റൂ. അപ്പൊ നമ്മളിങ്ങനെ ഓപ്പണായിട്ട് നിൽക്കുക, നിങ്ങൾ എന്നോട് പറയൂ. അപ്പം ആദ്യത്തെ ഒരു 2 മിനിറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പം അതുവരെ അതിലുള്ള ഒരു 3-4 സബ്ജക്ട് ഷിഫ്റ്റായി, ആശയങ്ങൾ ഷിഫ്റ്റ് ആവുന്നവരെ അവരെ അക്യുറേറ്റ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ അവരിനി പറയുന്ന എല്ലാം കറക്റ്റ് ആയിരിക്കും നമ്മൾ അസ്യൂം ചെയ്യില്ല. അല്ലാതെ ഏത് നേരവും ഇതിങ്ങനെ സ്വിച്ചിട്ട പോലെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യം തന്നെ ഇങ്ങനത്തെ കുറച്ച് സയൻസ് കണ്ട പിന്നെ നമ്മൾ അലേർട്ട് ആവില്ലേ? പിന്നെ അവർ പറയാൻ പോകുന്ന പ്രൊജക്റ്റ് ഒക്കെ ജെന്യുവൻ ആയിരിക്കും. പക്ഷെ അതിന് മുമ്പേ പലർക്കും നോക്കൂ, ഞാൻ ഇന്ന് 1986 ഇത് ചെയ്തു, അങ്ങനെ പറഞ്ഞ് കണ്ടു തുടങ്ങി. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്നാ പിന്നെ ഈ പ്രൊജക്റ്റ് നമ്മുടെ മനസ്സിൽ ഓൾറെഡി നമ്മൾ ഡിസൈഡ് ചെയ്തു, ഓക്കെ നമുക്കിത് ചെയ്യണ്ട, ഇത് വള്ളിയാവാൻ ചാൻസ് ഉണ്ട്. അത് പക്ഷെ അതും ഒരു കുറച്ചൊക്കെ ഒരു ഹാംലെസ് ആണ് എന്ന് പറഞ്ഞാൽ അയാളൊരു ആണ്. വെൻ ഇറ്റ് കംസ് ടു നമ്മളെ ഒരു എന്റർടൈനർ ആണ്. അപ്പം ഇതിൽ ഇപ്പം നമ്മൾ ലെറ്റ്സ് സേ ഒരു വിദേശത്തെ ഒരു രാജ്യത്താണ്. അപ്പോൾ അവർ നമ്മുടെ അടുത്തൊരു പ്രൊജക്റ്റ് അവരുടെ കൂടെ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പം നമ്മൾ ഇവിടുന്ന് എസ് പറഞ്ഞാൽ ഇവിടുന്ന് ആ പ്രൊജക്റ്റ് കഴിയുന്ന ഒരു 2-3 മാസം വരെയുള്ള എല്ലാ തീരുമാനങ്ങളിലും ഇവരുണ്ട്. അപ്പം ഇവർ ഭയങ്കര തള്ളു പോലെ ആളാണെങ്കിൽ ഇതെല്ലാത്തിലും ഉണ്ടാവും. അവർ പെരുപ്പിച്ച് കാണിക്കുന്നുണ്ടാവും. ചിലപ്പോൾ കണക്ക് പോട്ടെ, ഈ നമ്മളിപ്പം ഈ പ്രൊമോഷൻ PR ഒക്കെ നമ്മൾ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിക്ക് ആവശ്യമാണല്ലോ. അപ്പം ഇതിലെല്ലാം ചിലപ്പോൾ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. അപ്പം ചിലപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ പല സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട്. അവർ ചിലപ്പോൾ അവിടുത്തെ ഒരു വലിയൊരു ഹോട്ടലുമായിട്ട് എന്തെങ്കിലും സംസാരിച്ച് വെച്ചിട്ടുണ്ടാവും, നമ്മൾ അവിടെ ഒരു ദിവസം കൊണ്ടുവരാം. എനിക്കന്ന് ഇങ്ങനത്തെ ഭയങ്കര ചമ്മലാണ്. പോയതുകൊണ്ട് അതൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ പിന്നെ ഞാൻ പറയുന്നത് ഇങ്ങനെ കുറെ അവരുടെ ആ നേച്ചറിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതിന്റെ കൂടെ വരും. ഇതെല്ലാം കണ്ടിട്ടാണ് അവസാനം നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഓൺ പ്രൊഡക്ഷൻ എല്ലാം തുടങ്ങിയിട്ട്, അപ്പോൾ നമ്മുടെ രീതികൾ എല്ലാവർക്കും അറിയാം. അപ്പൊ അതിനനുസരിച്ചിട്ട് പോയാൽ മതിയല്ലോ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു. ഹാം ഉണ്ടോന്ന് വെച്ചാൽ പ്രകടമായിട്ടില്ല, അല്ല. അപ്പൊ ഇത്രയും സീരിയസ് ആയിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നിടത്താണ് വലിയ വലിയ കള്ളത്തരം കൊണ്ടുവരുന്നത് ആളുകൾ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ഇത് കാണിക്കാൻ പറ്റണം. നമ്മുടെ എത്തിക്സും നമ്മുടെ രീതികളും അങ്ങനെ കള്ളത്തരം തിരിച്ചു കാണിക്കാൻ പറ്റുന്ന രീതിയിലാവണം. അവര് പിടിച്ചു നിൽക്കും നല്ല രസത്തിൽ. ഞാൻ ഈ പഠിച്ച സബ്ജക്റ്റും എൻ്റെ സ്വഭാവവും തമ്മിൽ വലിയൊരു പ്രശ്നമുണ്ട്. ഞാൻ വളരെ സൂപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. പെട്ടെന്ന് അപ്സെറ്റ് ആവാനും പെട്ടെന്ന് കണ്ണുകറാനും ഇതൊക്കെ പറ്റും. അപ്പോൾ അത് ഒരു ഭയങ്കര ഫ്രജൈലായിട്ടുള്ള പോലെയാണ്. അപ്പം എന്നെ കൊണ്ട് നടക്കുന്ന കുട്ടികളെ പോലെ കൊണ്ടു നടന്നാൽ ഇപ്പം നോക്കുക, നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം അങ്ങനത്തെ. നമ്മുടെ ഏറ്റവും 25 വർഷമായിട്ടൊക്കെ കൂടിയുള്ള ഫ്രണ്ട്സുകൾ ആണ് എൻ്റെ ചുറ്റുള്ളത്. അവരല്ലാത്ത ഡിസിഷനൊക്കെ ഞാൻ എടുക്കുമ്പോഴൊക്കെ പണി മേടിക്കും. അപ്പം ഇവർക്ക് അറിയാം എന്തൊക്കെ എൻ്റെ അടുത്തേക്ക് എത്തണം. ഇങ്ങനത്തെ ഒരു ജോലിയല്ലേ ചെയ്യുന്നത്. ഒരു ചിലപ്പോൾ അന്ന് രാത്രി അറിയാതെ ഒരു TV യിൽ ഒരു വാർത്ത എന്തെങ്കിലും കണ്ടാൽ സോഷ്യൽ മീഡിയ അടക്കം നമ്മൾ ശ്രദ്ധിക്കണം.
ചിലപ്പോൾ ഏതെങ്കിലും യുദ്ധത്തിൽ ഏതെങ്കിലും എന്തെങ്കിലും ഒരു കുഞ്ഞ് ഇങ്ങനെ ഒറ്റ അത് പോയി അന്നത്തെ ദിവസം പോയി. ഷോ 2 ഉണ്ടാവും. ഇത് ഈ 2-3 മണിക്കൂർ എത്രത്തോളം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടി വരല്. അപ്പം ഇതിനെല്ലാം ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യാൻ ഒരു ചെറിയ കാര്യം മതി. അങ്ങനെ നോക്കുമ്പോൾ ഈ ഡിസെപ്റ്റീവ് ഐഡിയാസ് വരുന്ന ഒരു സ്പേസിൽ ഞാൻ ടോട്ടൽ മിസ്ഫിറ്റ് ആണ്. എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാട്ടിൽ നമ്മളൊരു വീട്ടിൽ വളർത്തുന്ന ഒരു ക്യൂട്ട് പപ്പീനെ വളർത്തി വിട്ടാൽ അതിന്റെ ക്യൂട്ട്നെസ് കൊണ്ടൊന്നും അതിന് പിടിച്ച കാരണം പറ്റില്ല, അവിടെ പെട്ടെന്ന് ചത്തുപോകും. അതുപോലെയാണ്. എന്നിട്ട് ഞാൻ കൈകാര്യം ചെയ്യേണ്ട സബ്ജക്റ്റ് ഇങ്ങനത്തെ എല്ലാം. അതാണ് ഞാൻ ആ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ലൈനെല്ലാം കുറെ അങ്ങനെ ഒരു സമയത്ത് അത് എല്ലാം മതിയാക്കിയത് അതുകൊണ്ടാണ്. അല്ല, ഇത് ഞാൻ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റാണ്. പൊതുവെ ഈ സൈക്കോളജി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ആക്ച്വലി എഫക്റ്റ് യു. ലേണിംഗ് ഇറ്റ് ഓൾസോ ക്യാൻ എഫക്റ്റ് യു സീരിയസ്ലി. പിന്നെ അത്രയൊക്കെ ഇറ്റ്സ് ദാറ്റ് കോംപ്ലിക്കേറ്റഡ്. അതെല്ലാ സബ്ജക്റ്റിനും ഇല്ലേ അങ്ങനെ? ഇല്ല. ഫോർ എക്സാമ്പിൾ ക്രിമിനൽ സൈക്കോളജി ഒക്കെ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് കൂടുതൽ കറക്റ്റ്. സൈക്കോളജി ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ബാക്കി എല്ലാ മെഡിക്കൽ ഫീൽഡിലും ഭയങ്കര ഇഫക്റ്റീവ്, ഭയങ്കര പ്രോഗ്രസ്സാണ്. ഇവിടെ വലിയ പ്രോഗ്രസ് ഒന്നുമില്ല. അങ്ങനെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരെ അങ്ങനെ സൈക്കോളജിസ്റ്റ് അങ്ങനെ അത്ര ഈസി ആയിട്ട് അവർക്ക് ട്രീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അത്രയും അത് പിന്നെ മറ്റതിപ്പം ഹാർട്ടിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഇത് നമുക്കറിയാം, ഇത് സയൻസാണ്. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അൺയൂഷ്വലായിട്ടുള്ള കേസിനെ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ആ തോതിൽ ഇപ്പം ഇത്ര ഇത് കെമിക്കൽ ഇതിട്ട് ഇത്ര ഓക്സിജൻ ഇന്നത് വരും നമുക്കറിയാം. അവിടെ നിന്നുകൊണ്ട് ഇത് അങ്ങനെയല്ലല്ലോ. ഇത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആണ്. ഇത്രയും ബില്യൺ ന്യൂറോൺസും ഇതൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർക്കനുസരിച്ചിട്ട് ഇത് മാറുന്നതുകൊണ്ട് ഒരു സ്റ്റീരിയോടൈപ്പ് നമുക്ക് അങ്ങനെ വെച്ചിട്ട് ഇതെല്ലാം നമുക്കെന്നല്ല അവർക്ക് അത് പറ്റുണ്ടാവില്ല. പിന്നെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഇത് മാറണം. കാലഘട്ടത്തിനനുസരിച്ചിട്ട് പിന്നെ ഇപ്പം പെട്ടെന്ന് മാറണം. നോക്കൂ, നമ്മുടെ എല്ലാം സമയത്ത് ഒരു ജനറേഷൻ ഗ്യാപ്പ് പറയുന്ന ഒരു 10-20 വർഷമൊക്കെ എടുത്തിട്ടാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കേൾക്കുന്ന എന്തോ ഒരു വേറെ പേര് ഇപ്പൊ അൽഫ സെരി എന്തെല്ലോ പറഞ്ഞോണ്ടിരിക്കുക. ആൽഫയൊക്കെ പോയോ? അടുത്ത് വന്നോ? എന്തെല്ലോ അതാ പറയുന്നത്. ഈ അക്ഷരം മാറുന്നതല്ലാതെ നമ്മളിത് ഫോളോ അപ്പ് ചെയ്യാൻ പോയിന്റ് എന്താ അറിയോ? ഇതൊക്കെ മാറുമ്പം പണ്ട് ഒരു കുട്ടീനെ ഒരു സൈക്കോളജിസ്റ്റിന് സോഷ്യൽ മീഡിയ അഡിക്ഷൻ മാറ്റാൻ അവർക്ക് ഇല്ലല്ലോ, അന്നതില്ല. മാറുന്നതിനനുസരിച്ചിട്ട് ആ വിഷയം വളരുന്നുണ്ടെങ്കിൽ പിന്നെ കുറെ കൂടി എളുപ്പമായിരിക്കും തോന്നുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് സൈക്യാട്രി ആയാലും ഇതൊരു അതിനകത്ത് അപൂർണത എപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് തോന്നുന്നു. ഞാൻ ഇതിനെപ്പറ്റി പറയാനുള്ള നോളജുള്ള ആളൊന്നും അല്ല. കണ്ട് മനസ്സിലാക്കി വായിച്ചിട്ടും മറ്റും അല്ലെ അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇതായിരിക്കണം. പണ്ടൊന്നും നമ്മളിത് കേട്ടിട്ടില്ലല്ലോ. ഇപ്പൊ ഒരു ഡിപ്രഷൻ നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പം അത് കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങുന്ന അവർ സ്വയം കൺക്ലൂഷനിലേക്ക് എത്തുന്നു. എനിക്ക് പ്രശ്നമുണ്ടെന്നുള്ളത്. കണ്ണ് നിറയുമ്പോൾ ഡിപ്രഷനാന്ന് പറയുന്നു. പ്രശ്നങ്ങളും കൂടുന്നുണ്ട്, സ്ട്രെസ് കൂടാം എല്ലാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ വിഷയം വളരേണ്ടതുണ്ട് എന്നുള്ളതല്ലേ. അത് മാത്രമല്ല, ഒരു ഒറ്റപ്പെടലുകളും കുറേ കൂടെയൊക്കെ എക്സ്റ്റെൻഡഡ് ഫാമിലിയിൽ നിന്നും അതാണ് നമ്മൾ പറഞ്ഞിട്ട് തുടങ്ങിയത്. അത് അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താ ചെയ്യാൻ പറ്റും അതിന്? നിങ്ങളുടെ സർക്കിള് നന്നാക്കുക അല്ലേ? മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക, റൈറ്റ് ആയിട്ടുള്ള ആളുകളെ കുറച്ച് പേരെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. ഇപ്പം വിശ്വസിക്കാൻ പറ്റാത്ത ഏരിയ എന്നൊക്കെയാണ് ഈ ആൾക്കാർക്ക് ഡിപ്രഷനുള്ള റീസൺസ് കിട്ടുന്നുണ്ട് എന്നുള്ളത്. നിങ്ങളുടെ ശ്രദ്ധിച്ചോ? ഈ വ്ളോഗേഴ്സിന്റെ ഒരു പാരഡോക്സ് ശ്രദ്ധിച്ചോ? നിങ്ങൾ പിന്നെ ടോട്ടലി അഡിക്റ്റഡ് ആണ് എന്നുള്ളത്. അതായത് എല്ലാം ഷെയറിലേക്കൊക്കെ നോക്കി എണ്ണ എടുക്കുന്ന ഇത് അഡിക്ഷൻ ആണല്ലോ. ഭയങ്കര അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പം ഇതില് നിങ്ങൾ ഹൈലി ആന്റിസിപ്പേറ്റ് ചെയ്തൊരു സാധനം നിങ്ങൾ ഇടുന്നു. അതെന്തോ കാരണം കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് അതിനൊരു റീച്ച് ഇല്ല എന്ന് പറഞ്ഞാൽ അത് മതി 2 ദിവസം പോകാൻ. 2 ദിവസം ടോട്ടലി ഡൗൺ ആണ്, ഇത് വർക്കായില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇത് അതിന്റെ ചാർട്ട് നോക്കി അനലൈസ് ചെയ്ത് സൂപ്പർ ഡേഞ്ചറസ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്ലോട്ട് ഉണ്ടാക്കാൻ ഞാനൊരു പഠനത്തിന്റെ ഭാഗമായിട്ട് ഒരു 5-6 കേസ് ഇങ്ങനെ നോക്കി. അപ്പൊ നമുക്ക് അതിഭീകരാണ്. അപ്പോഴാണ് കറക്റ്റാണ് ആ സമയത്ത് അവരെ ചിഞ്ചറാണിമാരൊക്കെ ഉണ്ടാകുന്നത്. ഒരു ഭയങ്കര ഹൈ ആണ്, ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഗതി ഭയങ്കര ഹൈ ആണ്. പക്ഷേ ഈ സ്പ്ലിറ്റ് മണിക്കൂറുകളുകൊണ്ട് ആ പോലെ ഹൈ തരാനും ആ പോലെ ലോ തരാനും അത് ഡ്രഗ്സ് കൊണ്ടൊക്കെ പറ്റുന്ന കാര്യമാണ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് ഡേഞ്ചറസ്. മറ്റത് നമ്മളിപ്പോൾ എന്താണ്, നമ്മളൊരു ബ്രേക്കപ്പ് ആയി അല്ലെങ്കിൽ
അങ്ങനത്തെ എല്ലാം കാര്യം അത് കുറച്ചും കൂടെ നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആന്റിസിപ്പേറ്റ് അതിനൊരു ടൈം നമുക്ക് കിട്ടും. ഇത് അങ്ങനെയല്ലെന്നേ, ദിവസത്തിൽ തന്നെ ഈ അപ്പ് ആൻഡ് ഡൗൺ ബാർ ഇങ്ങനെ നിൽക്കുക. അപ്പൊ അത് അല്ല അത് പിന്നെ നമ്മളൊക്കെ വല്ല കാലത്തൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മളിത് അങ്ങനെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല. പക്ഷെ ആ ഹൈ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഒരു തുടങ്ങിയ കാലത്തൊക്കെ ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കിട്ടിയിരുന്നു നമുക്ക്. അതെ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ബാധിക്കുകയും ചെയ്തിരുന്നു അന്നൊക്കെ. അതൊക്കെ പക്ഷെ ഇപ്പോൾ പേഴ്സണലി എനിക്കോ നമ്മുടെ ടീമിന് അത്രയും പ്രശ്നമില്ല. പക്ഷെ നമുക്കത് മനസ്സിലാവും പ്രോബ്ലം. എനിക്ക് ഏറ്റവും ഇപ്പം നമ്മുടെ മോള് വളർന്നു വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ചേട്ടനും ചേച്ചിമാരും നമ്മുടെ കൂട്ടുകാരുടെ ഒക്കെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നത് നമ്മൾ കുറേ പ്രീച്ച് ചെയ്യാനും പറഞ്ഞു കൊടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. വേൾഡ് ഈസ് ഇങ്ങനെ ഒരു സ്ഥലമാണ്, പക്ഷേ സോഷ്യൽ മീഡിയ അത്രയും ഡേർട്ടി ആയിട്ടുള്ളൊരു സ്ഥലമാണെന്നുള്ളത് അതറിയുമ്പം ഭയങ്കരമായിട്ട് പേടിയാണ്. എനിക്കല്ലാത്ത ഒരു ഫിയറും അങ്ങനെ ഇല്ല. ഇപ്പം നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവാൻ പോകേണ്ട ഫിയറില്ല, അതൊന്നും എനിക്ക് എന്നെ ബാധിക്കലേ ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇതുണ്ടല്ലോ, ഈ ഒരു സ്പേസിലേക്ക് നമ്മളില്ലാത്തൊരു ദിവസം ഈ കുഞ്ഞുങ്ങളെയൊക്കെ വിട്ടുകൊടുത്തിട്ട് നമ്മൾ പോണ്ടേ? എങ്ങനെയൊക്കെയാ ആൾക്കാർ ചിന്തിക്കുന്നത്. പക്ഷെ ഇതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു കുഴപ്പം കൂടി ഉണ്ടല്ലോ. സോഷ്യൽ മീഡിയ ഓഫൻ മോണിറ്റൈസസ് ഹേറ്റ്രഡ്. അത് അങ്ങനെയല്ലെന്നേ, നിങ്ങൾ മോണിറ്റർ ചെയ്തോ? ഞാൻ പറയുന്ന കോണ്ടന്റ് ഉണ്ടാക്കുന്നവരെ പറ്റിയിട്ടല്ല. മനസ്സിലാവാതെ നിങ്ങൾ തെറി പറഞ്ഞിട്ടില്ലേ, മോശം കമന്റ് അല്ലേ, അവരെ പറ്റിയിട്ടായി പറയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊരു സ്പേസ്, എത്രയോ വലിയ സാധ്യതകളുള്ള സ്ഥലം. നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് വെറുതെ വഴിയെ പോകുന്ന ആരെങ്കിലും കുറച്ച് വേസ്റ്റിന്റെ ഒരു കവർ ഇട്ടിട്ട് പോവാ, നിങ്ങളതെടുത്ത് എന്താ ഫ്രിഡ്ജിൽ വെക്കോ? അറ്റ്ലീസ്റ്റ് അത് അല്ലേ കോർപ്പറേഷൻകാർക്ക് കൊടുക്കെങ്കിലും ചെയ്യില്ല, എടുത്തിട്ട് ഡിസ്പോസ് ചെയ്യാൻ നോക്കില്ലേ? എത്രയോ പേജുകളുണ്ട്. നിങ്ങൾക്ക് ഈ കോണ്ടന്റ് ഇഷ്ടമാകുന്നില്ല, സ്കിപ്പ് ചെയ്ത് ഒരു സെക്കൻഡ് എടുക്കില്ല. അപ്പുറത്തേക്കിനും ആൽഗരിതം തീരുമാനിച്ചു നിങ്ങളുടെ അടുത്ത് എന്താ കണ്ടെന്ന്, ഒന്ന് സ്കിപ്പ് ചെയ്ത് അപ്പുറത്ത് പോയപ്പോരെ. അതിന് പകരം ഈ വരുന്ന ഒരു വലിയ പാരഗ്രാഫിൽ കുറേ തെറി അയച്ച് അവനും നമ്മളിപ്പം നമ്മുടെ ഒരു സ്റ്റാഫിനൊക്കെ അറിയാതെ വഴക്ക് പറയേണ്ടി വന്നിരിക്കാം, ഒരു മിസ്റ്റേക്ക് കാണിച്ചിട്ടായിരിക്കും. അപ്പം അതെന്തിനാ അങ്ങനെ ചെയ്തത്, അത് എത്ര ബുദ്ധിമുട്ടുണ്ടാക്കി ബാക്കിയുള്ളവർക്കൊക്കെ പറഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്, അവനെ വിഷമമായിട്ടുണ്ടാവില്ലേ ഇപ്പം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെ ആലോചിച്ച് നമുക്ക് ടെൻഷനാണ്. ആ സ്ഥലത്താണ് ഇത് എഫേർട്ടല്ലേ, ഇരുന്നിട്ട് ഒരു പാരഗ്രാഫ് തെറിയും അടിച്ചിട്ട് അത് സ്കിപ്പ് ചെയ്ത് അടുത്തയിലേക്ക് പോവാം. അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ വൈ വുഡ് യു സ്റ്റിക്ക് ദെയർ? എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും നല്ലതായിട്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ, ചൊറിയായിക്കോട്ടെ, എന്തെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ അല്ലേ ഒരാൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവില്ലല്ലോ. ചിലപ്പോൾ മരണമണ്ടത്തരം മാത്രം വെച്ചിട്ട് ജീവിക്കുന്നവരുണ്ട് ഫിലിമിൽ. നിങ്ങൾക്കത് കയറുന്നത് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ അപ്പുറത്ത് പോയപ്പോൾ അതിനെന്തിനേ ഇരുന്നിട്ട് തെറിയും. മുമ്പ് നമ്മുടെ ഒരു സ്പേസിൽ ഇത് പറഞ്ഞിരുന്നു, അത് ഇപ്പോൾ ഒരു പ്രകൃതി നിയമം, അത് നിങ്ങൾ പറയുന്ന ഓരോ ദുഷിപ്പും നിങ്ങളുടെ ദേഹത്ത് പച്ച ഒത്തിയിട്ട് വരും. ഒരു പ്രകൃതി നിയമം ഉണ്ട് വിചാരിച്ചോ, കുഞ്ഞുകുനായിട്ടേ വരുള്ളൂ, സൂപ്പർ കുഞ്ഞായിട്ട്. ഇപ്പോൾ ഒരു തെറി പറഞ്ഞാൽ അത് അവിടെ വരും, ദുഷിപ്പ് പറഞ്ഞാലും വരും. ദുഷിപ്പോ നല്ല മന്ത്രം എന്നുള്ളതല്ല, നിങ്ങൾ അങ്ങനത്തെ പറഞ്ഞാൽ അത് ഇവിടെ വരും. അപ്പം ആദ്യമൊന്നും കുഴപ്പമുണ്ടാവില്ലായിരിക്കും, ഒന്നും അറിയാതെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഉണ്ണി, അവസാനം ഇത് നിറഞ്ഞ് സ്പേസിലുണ്ടാവില്ലേ, ഏകദേശം ഇവിടെയൊക്കെ എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമായിരിക്കും, ഇനി ആൾക്കാർ കാണും. അപ്പോൾ അങ്ങനെ ഒരു ഇത് അടിഞ്ഞു ഒരു 4-4 നമുക്ക് എവിടെയെങ്കിലും കവർ ചെയ്യാന്നിരിക്കാം. അവസാനം ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമോ? എന്നാൽ അതിപ്പോൾ ശ്രദ്ധിച്ചൂടെ എന്നുള്ളൊരു പോലെ ഇങ്ങനത്തെ എന്തെങ്കിലും അല്ല ചില സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് തന്നെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നത് ഒരു മാറ്റം നമ്മളങ്ങനെ തീരുമാനം എടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു ഏറ്റവും ആദ്യം എൻ്റെ അറിവിൽ ഞാൻ ഏതെങ്കിലും നമ്മളെപ്പറ്റി പറയുന്നതല്ല, എനിക്കറിയാവുന്ന ഒരു കൂട്ടുകാരും ഇതിങ്ങനെ പോയി തെറി എഴുതുന്നത് ഞാൻ വായിച്ചിട്ടില്ല. നമുക്ക് കാണില്ല, നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒരു സാധനം ലൈക്ക് ചെയ്തിട്ട് കമന്റ് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തോ അവർക്ക് മാനസികമായിട്ടുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. ഞാൻ ഇവരുടെ ട്രേറ്റ്സ് പഠിച്ചു റീസെന്റ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്ക്, they have so much hatred in them. അത് അവർക്ക് എവിടെയെങ്കിലും കൊട്ടിക്കൊണ്ടിരിക്കണം, അതുവരെ കൊട്ടിക്കൊണ്ടിരിക്കും. നല്ലൊരു കാർ കണ്ടവർ അറിയാതെ വേണമെങ്കിൽ സ്ക്രാച്ച് ചെയ്തിട്ട് പോകും. ഇത് ഏത് ലെവലിലും ഉണ്ട്. ഇത് കേൾക്കുന്നവർ അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ടാവും,
ഞാൻ നെഗറ്റീവായിട്ട് ഇങ്ങനെ എഴുതലുണ്ടല്ലോ, എന്നിട്ട് ഞാൻ പോയിട്ട് കാറിന് സ്ക്രാച്ച് ചെയ്യാറില്ലല്ലോ, അത് വേറൊരു എക്സ്ട്രീം. അതിങ്ങനെ കുറച്ചുകൂടി മൂത്താലാണ് അങ്ങോട്ട്. ഞാൻ വേറൊന്ന് പറയാം, ഇത് ഏറ്റവും കൂടുതൽ സ്വന്തമായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നവർക്ക് പേഴ്സണൽ ഹൈജീൻ ഉണ്ടാവില്ല, ഒട്ടും ഉണ്ടാവില്ല. ഇല്ല, അവർക്കൊരു സ്പേസ് വൃത്തിയാക്കി വെക്കാൻ വേണ്ടി പറ്റില്ല. ദേ ഹാവ് സോ മച്ച് ഹേറ്റഡ് ഇൻ ദം. എന്നാ വെച്ചാൽ നമ്മുടെ സിനിമയിൽ കാണുന്ന സീരിയൽ കില്ലറൊക്കെ ഏറ്റവും പേഴ്സണൽ ഹൈജീൻ പോലെ 5 പൈസ ഒക്കെ ഉണ്ടാവും. അങ്ങനെയാ അതായത് അവർക്ക് ഒരു സ്പേസ് വൃത്തിയാക്കിയിരിക്കുന്നത് അവർക്ക് അത്ര നന്നാവില്ല. പുതിയ നോട്ട് ATM ന്ന് കിട്ടിയിട്ട് അത് കടയിൽ കൊടുക്കണമെങ്കിൽ അവർ വേണമെങ്കിൽ 4 പ്രാവശ്യം മടക്കിയിട്ടൊക്കെ വേണമെങ്കിൽ ഒന്ന് ഇത് വെറുതെ പറയല്ല. ഇങ്ങനത്തെ ആളുകളുണ്ട്, ഇങ്ങനത്തെ ട്രേറ്റ്സ് ഉള്ളവരുണ്ട്. ഞാൻ പറയുന്നത് ഇതിന്റെ എക്സ്ട്രീം. ഇത് നമുക്ക് ഏത് ലെയറിലേക്കും വരാം. ഞാനിത് ഇരുന്ന് ഇതിന്റെ ഒരു 6-7 പേജ് പ്രിപ്പയർ ചെയ്ത് സെൽഫ് ഇത് എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ കാലഘട്ടം, ഇതിപ്പോഴത്തെ. അപ്പൊ നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്ത് എന്തുകൊണ്ടായിരിക്കും, പിന്നെ അത് ക്രാക്ക് ചെയ്യണം, അതിന് റീസൺസ് എഴുതി വെക്കണം. എന്റെ ആവശ്യം ഇതൊന്നുമല്ല, ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു നല്ലൊരു ഐഡിയ, ഒരു എഫക്റ്റ് പറയണം. പക്ഷെ അത് പറയണമെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി പഠിക്കണം. ആൻഡ് ബാക്ക് ട്രേസ് ചെയ്ത് എൻ്റെ ഒരു 3-3.5 ദിവസം ഞാനാകെ വല്ലാണ്ടായിപ്പോയി. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഗെറ്റ്. ഞാൻ എന്നിട്ടൊരു സോഷ്യൽ ഇത് കുറച്ച് മാസം മുമ്പ് ഞാനൊരു സോഷ്യൽ മീഡിയ ഡീറ്റോക്സ് എടുക്കാമെന്ന് വിചാരിച്ചു. 3 ദിവസം എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. ഞാൻ ദുബായിലാണ്. 3 ദിവസത്തേക്ക് ഞാൻ ഫോൺ തൊട്ടില്ല. അപ്പം ഞാൻ എൻ്റെ PA വിളിച്ചു ഇവരോട് പറഞ്ഞതാ, നോക്കൂ 3 ദിവസം ഞാനില്ല, പാനിക്കൊന്നും ഉണ്ട്, വേറെ നാട്ടിലല്ലേ. It turned out to be 4 months. 4 months. Airplane mode. No calls, no nothing. 4 months. In Dubai. Recently. അതിൻ്റെ അവസാനം പീസ് എന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് ഐസൊലേഷനും ഐസൊലേഷൻ. ഐ ചോസ് ദാറ്റ്. ഞാൻ ഒരു റൂമിൽ, ഐ ഡോണ്ട് മീറ്റ് പീപ്പിൾ. ഞാൻ ഒരു റൂമിൽ 4 months. വെൽ റെയർലി ദോ കുറച്ച് കൂട്ടുകാരെ ബ്രദേഴ്സ് പോലെ അവരൊക്കെ വന്ന് ഇങ്ങനെ കണ്ടുപോയി എന്നല്ലാതെ. പിന്നെ തൂക്കം വരുന്ന ചേച്ചി ഇന്റർനെറ്റ് ഉണ്ട്, കാരണം എനിക്ക് പിന്നെ ഓഡിയോ ബുക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവല്ലേ, അതൊക്കെ ഉണ്ട്. അപ്പോൾ ആ തൂക്കാൻ വരുന്ന അത് റൂം ക്ലീൻ ചെയ്യാൻ വരുന്ന അവരെയാണ് കാണുന്നത്. പിന്നെ റൂമിലേക്ക് അപ്പുറത്ത് നിന്ന് ഡെലിവറി തരും, ഈ പാല് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വല്ലപ്പോഴും താഴ്ക്കുമ്പോൾ റിസപ്ഷനിലെ ആള് ഇതല്ലാണ്ട്. വെൽ അതല്ലായിരുന്നു നമ്മുടെ പോയിന്റ്. പക്ഷെ ഇതുപോലത്തെ പക്ഷെ എന്റെ ആവശ്യം അതായിരുന്നില്ല. എന്റെ ആവശ്യം ഇതൊരു 3 ദിവസം ആക്കി, കാരണം നമ്മൾ ഇതിനെ പറ്റിയിട്ട് പറയേണ്ടതുണ്ട്. അപ്പൊ 3 ദിവസം ഡിറ്റോക്സ്. ഞാൻ ആദ്യം നമ്മൾ മാസ്റ്റർ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ പിന്നെ പറഞ്ഞു കൊടുത്തുവിടാന്നാണ് എനിക്ക് അതൊരു നിർബന്ധമുണ്ട്. അപ്പോ പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറസ് പോലെ ആവാൻ തുടങ്ങി. 4-4.5 മാസം ആകുമ്പോൾ അവസാനം. പക്ഷെ ഒന്നുണ്ട്, എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഉണ്ടായ വലിയ ഡൗൺഫോൾ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാനത് അതിൻ്റെ അവസാനം പോസിറ്റീവ് ആക്കിയിട്ടുണ്ട്. അത് പിന്നെ അത്രയും പ്രഷറും സ്ട്രെസ്സും പ്രൊഡക്റ്റീവ് ആക്കിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്താലേ നമ്മുടെ പെയിൻ പ്ലഷർ ബാലൻസ് എന്ന് പറയുന്നത് അത് സാറ്റിസ്ഫൈ ആവുള്ളൂ. അല്ലെ നമുക്ക് ഒരിക്കലും റീവിസിറ്റ് ചെയ്യാൻ പറ്റാത്ത ഏരിയകളും ഡാർക്ക് റൂം ഒക്കെ എല്ലാവർക്കും ഉണ്ടാവില്ലേ. അപ്പൊ അതുകൊണ്ട് ഇതുണ്ടായിന്ന് നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യേണ്ടതുണ്ട്. യെസ്, അതിന്റെ എൻഡിലാണ് ഈ ടൂർ തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചത്. Insomnia. Yes. Okay. So basically I wanted to fade away slowly. Evidently അല്ലാതെ fade away. എനിക്ക് കുറച്ച് കുഞ്ഞിഷ്ടങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആളുകളെ പർപ്പസ്ഫുള്ളി ഈ പറയുന്ന കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ ഒരു ഇടയ്ക്കൊരു ക്രൈസിസ് ഒക്കെ ഉണ്ടായിരുന്ന ആ സമയമാണോ അത് പിന്നീടാണോ? നിങ്ങളത് ഉള്ളതുപോലെ തന്നെ പറയും. ആ ഒരു അലിഗേഷൻ വന്ന സമയമല്ലേ, അത് ആ 10 ഷോന്റെ കഴിഞ്ഞ് 1.5 മാസത്തിനകത്താണ് ആ ഇഷ്യൂ ഉണ്ടാകുന്നത്. ആ ടൂർ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതിനുശേഷം അന്ന് ഞാൻ ദുബായിൽ നിന്നിട്ട് ഞാൻ ഖത്തറിൽ പോയിട്ടാകുമ്പോൾ അവിടെ എൻ്റെ ഒരു ബ്രദേഴ്സ് പോലെ 2 പേരുണ്ട്. അവരിരുന്നിട്ടാണ് എന്നെ എനിക്ക് കുറച്ച് വേറെ രീതിയിലുള്ള 1-2 പോയിന്റും സെൻസൊക്കെ ഉണ്ടാക്കി. അപ്പം അറ്റ്ലീസ്റ്റ് അവരുടെ അടുത്ത് പ്രൂവ് ചെയ്യാനെങ്കിലും ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് then അത് തുടങ്ങിയതാണ്. ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് ഔട്ട് വെരി വെൽ. എവിടുന്നോ തുടങ്ങി എവിടേക്കോ. അല്ല അത് കുഴപ്പമില്ല. ബിക്കോസ് ഞാനിപ്പോൾ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പോയിന്റിൽ നിൽക്കുന്നതുകൊണ്ട് ഐ എം എക്സൈറ്റഡ്. ബിക്കോസ് ഇറ്റ് ലുക്സ് ലൈക്ക് യു ഹാഡ് എ റിസറക്ഷൻ.
അങ്ങനെയല്ല. സി ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ അങ്ങനെയല്ലേ? ട്രാൻസ്ഫോർമേഷൻ അല്ല, നമ്മൾ എന്താണെന്നറിയോ, എനിക്ക് ഒരു സ്റ്റേജ് എത്തുമ്പം ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഡീൽ വിത്ത് പീപ്പിൾ എനിമോർ. ഓക്കെ, ഞാൻ അഗൈൻ പറയാണ്, ഇത് നമ്മളൊരു മിസ്ഫിറ്റാണ്, ഇത്രയും സെൻസിറ്റീവായിട്ട് ഈ ഒരു ദിസ് ഇസ് നോട്ട് വെർത്തിറ്റ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ തോന്നാൻ തുടങ്ങുമ്പോൾ എന്നിട്ട് നമ്മൾ സന്യാസിയാവാനൊന്നുമല്ല. എൻ്റെ ഇഷ്ടങ്ങൾ കുഞ്ഞിഷ്ടങ്ങളാണ്. എൻ്റെ മനസ്സിലൊരു ഇടുണ്ട്. അവിടെ ഒരു കുഞ്ഞു വീട്ടിൽ എനിക്ക് കുറച്ച് പുസ്തകങ്ങളുണ്ട്, എനിക്ക് എഴുതണം എന്നുണ്ട് കുറേ ആശയങ്ങൾ. അപ്പോൾ ഒരു ചിലപ്പോൾ ഒരു 3-4 പുസ്തകങ്ങളൊക്കെ എഴുതുമായിരിക്കും ഞാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകൾ ഏറ്റവും ക്ലാരിറ്റിയിൽ കേൾക്കും, സമാധാനത്തിൽ. എനിക്ക് ഫോളോ ചെയ്യണമെന്നുള്ള ആർട്ടിസ്റ്റുകളെ ഞാൻ ഫോളോ ചെയ്യും. എനിക്ക് അവരുടെ വർക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും മനോഹരമായിട്ട് സിനിമയാണ്, ഏറ്റവും നന്നായിട്ട് കഥകൾ, എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ ഏറ്റവും ക്ലാരിറ്റിയിലും മനോഹരമായിട്ടും ചെയ്യുന്ന അവിടെ ആയിരിക്കും. പക്ഷേ ദർ ഇസ് നോ പ്രഷർ, നോ ഹീറ്റ്, നോ ക്യാമറ ഓൺ യു. ഭയങ്കര രസമായിട്ട് ജീവിക്കാം. അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. എന്ന് വെച്ച് ഞാൻ വേറെ മെന്റലിസം മാജിക് ഷോ ഒന്നും കാണാതെ ഒന്നും ഇരിക്കില്ല. നമുക്കതൊക്കെ അല്ലേ, നെറ്റ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവായിരിക്കും. പക്ഷെ സോഷ്യൽ മീഡിയ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അത് ആർട്ടിസ്റ്റായിട്ട് ഇത് ചെയ്യണ്ടാത്ത ദിവസം ഞാനത് നിർത്തുമായിരിക്കും. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇതില്ലാത്ത. ഐ എം സോ ജെലസ് ഓഫ് ദം ആൻഡ് they are doing very well in life. പക്ഷെ എനിക്ക് അത് ഓക്കെയാണ്. പക്ഷെ ബട്ട് നമ്മൾ സ്റ്റേജിൽ നമ്മൾ കാണുന്ന ഒരു ആദ്യമുണ്ട്. ഇത് വളരെ ഇൻട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ കാണുന്ന ആദ്യമല്ല ഇത്. ദിസ് ഇസ് എ ഡിഫറെന്റ് ആദ്യം. അവിടെ ഭയങ്കര ചാമം, ഭയങ്കര എക്സ്ട്രോവേർട്ടഡ്. നിങ്ങളുടെ ഇന്റർവ്യൂവിന് വന്നിട്ട് ചാമില്ലാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നില്ല. ദിസ് ഇസ് അതെന്താ, അത് എപ്പോഴും നമ്മൾ നിൽക്കുന്ന സ്പേസ്, നമ്മുടെ മുമ്പിലുള്ള ആളില്ലേ, ഇതൊക്കെ അവർക്ക് വേണ്ടുന്നത് കൊടുക്കുക, അവരിലേക്ക് റിഫ്ലക്ട് ആവാന്ന് പറയുന്നതാണ്. അല്ല, പക്ഷെ നമുക്ക് പറയില്ല ഒരാളുടെ ഒരു വാട്ട് സ്പേസ് ആർ യു കംഫർട്ടബിൾ ഇൻ. ഒരു ശോഭക്ക് തമാശ അത്ര മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അല്ല, ശോഭക്ക് മനസ്സിലായി. ഡയമണ്ട്സ് അല്ലേ, ഡയമണ്ട്സ് പറഞ്ഞിട്ട് അത് ഷൈൻ ചെയ്യലല്ല, അതിനൊറ്റക്ക് പ്രകാശിക്കാൻ അറിയില്ല, അതിന് റിഫ്ലക്ട് ചെയ്യാനേ പറ്റൂ. അപ്പൊ നല്ല ചോദ്യങ്ങൾക്കുള്ള സമ്മാനമാണ് നല്ല ഉത്തരം എന്ന് പറയും. നിങ്ങൾ ഈ ദുരിതത്തിനെ പറ്റിയിട്ടും ഡാർക്കിനെ പറ്റിയിട്ടും നെഗറ്റിവിറ്റിനെ പറ്റി പറഞ്ഞാൽ അങ്ങനത്തെ ഉത്തരം കിട്ടും. ചോദിക്കും നിങ്ങളെ ചോദ്യം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ പോയാൽ ഈ ആദിയുടെ ഉള്ളിലുള്ള ഇത്രയും ഭയങ്കര ചാമിങ് ആയി, ആളുകളുമായിട്ട് എക്സൈറ്റഡ് ആയി, ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആദി ശ്വാസം മുട്ടില്ലേ എന്നാ ചോദിക്കുന്നത്. അങ്ങനെ പോയാൽ These are like extensions of myself. അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴും ഇവിടെ ഉള്ളിടത്തോളം നമ്മുടെ സ്പേസിനും ചുറ്റുമുള്ള ആൾക്കാർ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, നമ്മുടെ ബന്ധപ്പെട്ടിരിക്കുന്ന അവർക്ക് ചിലവർ പറയും ഭാരമാവാതിരിക്കണമെന്ന്. ഞാൻ അങ്ങനെയല്ല പറയുന്നത്. അത് മാത്രം പോരാ, എന്തെങ്കിലുമൊക്കെ ഗുണമുള്ളതും ആവണം. ഞാൻ വിചാരിക്കുന്ന ഒരു തിയറി, നമ്മൾ ഒരു സ്പേസിലേക്ക് പോകുമ്പോൾ, അതിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ടേബിൾ ആയിക്കോട്ടെ, ദിസ് ഈസ് വൺ ഓഫ് ദോസ് വാല്യൂ ഐ ട്രൂലി ലിവ് വിത്ത്, ബ്രീത്ത് വിത്ത്. നമ്മൾ പോകുമ്പോൾ അതുണ്ടായതിനേക്കാളും ഒരു കുഞ്ഞതെങ്കിലും അത് ആ സ്പേസ് നല്ലതാക്കിയിട്ട് വരണം. ചിലപ്പോൾ ഒരു ടിഷ്യൂ ചുരുട്ടിട്ട് ഇങ്ങനെ കളയുന്നതായിക്കോട്ടെ, അവിടുന്ന് തുടങ്ങാം. എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ട്. അത് ഏത് സ്ഥലം, അഗൈൻ ഒരു റെസ്റ്റോറൻ്റ് ആയിക്കോട്ടെ, ഇത് ആളുകളിലേക്കും അങ്ങനെ ആവാം. ആളുകളിലേക്കും നമ്മൾ പോകുന്നതിന് മുമ്പ്, ഇറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും നല്ലത് അവിടെ. ഇത് വലിയ പരിഷ്കർത്തനമല്ല, അങ്ങനെ പരിവർത്തനം അതൊന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഒരു തോളത്ത് ഒരു സമയത്ത് അവരെ ഹഗ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ഒരു കൺസലേഷൻ തരുന്നതായിരിക്കും. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കണം എന്നുള്ളൊരു ഇഷ്ടമുണ്ട്. സോ ഞാൻ അങ്ങനെ ഒരു സ്പേസിലിരുന്നാലും, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, എൻ്റെ സൈലൻസ് എല്ലാം എനിക്ക് പ്രൊഡക്റ്റീവ് ആക്കാൻ അറിയാം. അപ്പോൾ പുസ്തകം എഴുതിയിട്ട് എനിക്ക് തന്നെ വായിച്ചുകൊണ്ടിരിക്കാനാണോ? ഞാൻ എന്തായാലും അവിടെ ഇരുന്നിട്ട് മുത്തിച്ചിപ്പി സാഹിത്യമല്ലല്ലോ എഴുതുന്നത്. അപ്പോൾ അത് കുറേ പേർക്ക് ഗുണമുണ്ടാവുന്ന എന്തെങ്കിലും ആയിരിക്കില്ലേ. ഇപ്പം എൻ്റെ മനസ്സിൽ കണക്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്റ്റ് ഉണ്ട്. അത് നമ്മൾ കുറേ വർഷം മുമ്പ് അത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പം എനിക്കിപ്പോൾ ഒട്ടും സമയം തികയില്ല അതിലേക്ക് ചിന്തിക്കാൻ പോയാൽ. ചെയ്യാം, പക്ഷെ ഇപ്പോൾ ഉള്ളതെല്ലാം ഒരു പക്ഷേ ഈ എൻ്റർടൈൻമെൻറ്റ്
ഓക്കെ, അതിൽ നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ കൊടുക്കാൻ നോക്കുന്നുണ്ട്. അതിനേക്കാളും സൊസൈറ്റിക്ക് ഗുണം ചെയ്യുന്നത് ഞാൻ ആ പ്രോജക്റ്റ് ചെയ്താലായിരിക്കും. എന്ന് വെച്ചാൽ അത് ഞാൻ ഒരു രൂപക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. അതിനുവേണ്ടി ഞാൻ ഒരുപാട് പൈസ അങ്ങോട്ട് ചിലവാക്കിയിട്ടുണ്ട്. കുറേ വർഷത്തെ സേവിങ്സ് എല്ലാം ഞാൻ എൻ്റെ റിസർച്ചിനും. എന്നാലും അത് ഞാൻ ചെയ്ത് തുടങ്ങാൻ പോകുന്നതും ഒരിക്കലും പൈസക്ക് വേണ്ടിയിട്ടില്ല. ഇവിടെ ഒരു ബദൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാവണം. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് കാലാകാലങ്ങളിൽ ഉണ്ടായ ന്യൂനതകൾ, അത് നല്ലത് എവിടെയൊക്കെ എന്തൊക്കെയായിരുന്നു നല്ല ആശയങ്ങൾ, അതിനെപ്പറ്റി പഠിച്ച് റിസർച്ച് ചെയ്ത് ഒരു കുട്ടികളും അധ്യാപകരും പാരൻസും ഇവർ മൂന്നും തമ്മിലുള്ള ഈ ഒരു ബ്രിഡ്ജ്, അത് ഒന്ന് അതിനെ പറ്റിയിട്ടുള്ളൊരു പരിപാടിയാണ്. അത് അവരറിയാതെ തന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. 3 പേര്. അങ്ങനത്തെ ഒരു വലിയ പ്രൊജക്റ്റാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്പേസിലുണ്ടായാൽ കുറച്ചും കൂടെ ജിസ് പറയും. ചില ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ ലൊക്കേഷനിൽ വരുമ്പോൾ ലേറ്റ് ആയിട്ട് വരും, 3 മണിക്കൂറിൽ ഡിലേ ആയിട്ട് വരും. അപ്പോൾ മൊത്തം സെറ്റ്, അതിൻ്റെ ചിലവുകൾ അതെല്ലാം ഉണ്ടാവും. പക്ഷെ അവർ സ്റ്റാർഡമുള്ള ആളുകളായിരിക്കും. ജിസിൻ്റെ കഥയല്ല പറയുന്നത്, ജനറലി ഇൻഡസ്ട്രിയിലുള്ളത് ഇത്രയും. അപ്പോൾ അവരോട് ചൂടാവാൻ പറ്റില്ല. അതെന്താ അറിയോ, ചൂടായി കഴിഞ്ഞാൽ അടുത്ത സീനിൽ അവർ പ്ലസൻ്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു സീനിൽ അവർ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആർക്കാ നഷ്ടം? കിട്ടിയോ? അതുപോലെ പറയും. സോ ആസ് ആൻ ആർട്ടിസ്റ്റ്, റീടേക്ക് ഇല്ലാത്തൊരു സ്പേസിലേക്കാണ് ഞാൻ നടന്നിട്ട് പോകേണ്ടത്. അതിന് ഇത്രയും വലിയൊരു സമയം. അപ്പോൾ ചെറിയൊരു വിഷമായാൽ തന്നെ ഒന്നാമതേ പ്രശ്നമാണ് എനിക്ക്. അപ്പം ഇതെന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവരോട് പറയാം എത്രത്തോളം സമാധാനത്തിൽ. അപ്പം നമ്മൾ പിറകുന്ന ഈ സ്റ്റേജിൽ പോകുമ്പോഴായാലും പിറകുന്നായാലും ഭയങ്കര തമാശലും വരെ അങ്ങനത്തെ എന്തെങ്കിലും പാട്ടെല്ലാം കേട്ടിട്ട് ആ മൂഡിലേ ഉണ്ടാവുമല്ലോ. ആരെങ്കിലും ചെറുതായിട്ട് മുഖമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇവരെന്നൊന്നും അറിയിക്കാതിരിക്കാനൊക്കെ ഉള്ള കുറേ പരിപാടി അവിടെ ഉണ്ടാവും. എനിവേ, ഈ പോസിറ്റീവായിട്ടുള്ള സ്പേസിലേക്കുമ്പോൾ ഇങ്ങനെ ഔട്ട്കം കിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇടത്തിലേക്കാണെങ്കിൽ ഇറ്റ് വുഡ് മീൻ എ ലോട്ട് ഓഫ് പീസ്. അവിടെ നെഗറ്റിവിറ്റി ഇല്ല, അവിടെ നമുക്ക് ഈ പറയുന്ന പോലെ ഹേറ്റഡിനെ ഡീൽ ചെയ്യേണ്ടി വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നോക്കും ഇപ്പൊ സോഷ്യൽ മീഡിയ നമ്മൾ തുടങ്ങിയത്, നമ്മൾ പറയുന്നത് വേറെ തന്നെ സ്ഥലത്ത് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാണ്. സോഷ്യൽ മീഡിയ തന്നെ തുടങ്ങിക്കോ. നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങളതിലിടണം, അത്ര മനസ്സിൽ പിന്നെ നല്ലത് വിചാരിച്ചിട്ട് അത്രയും സത്യസന്ധമായിട്ട് അങ്ങനത്തെ ഒരു കാര്യത്തിന് നിങ്ങളൊരു പോസ്റ്റ് ഇടുമ്പോഴും ഈ പറയുന്ന കുറേ എണ്ണം കയറി വരും. അത് നിങ്ങൾക്ക് പറയാം, ഒരു സാത്വികമായിട്ടുള്ള എഴുതുക, പറയുന്നവർ പറയും, കുറക്കുന്നവർ കുറക്കുന്നതൊക്കെ പറയാനേ പറ്റുള്ളൂ. മനസ്സിൽ വിഷമായിട്ട് നിങ്ങൾക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നാ ആവുന്നേ. നമ്മൾ വിചാരിക്കില്ല എന്തിനും ഇങ്ങനത്തെ ഭാഷ ഉപയോഗിക്കുന്നു, അവർക്ക് പറയേണ്ടത് വേറെ എന്തെങ്കിലും രീതിയിൽ പറയണം. അല്ലെങ്കിൽ ഇത് അത്ര നിങ്ങൾക്ക് ഇൻബോക്സിൽ എഴുതിയിട്ടിട്ടൂടെ അത് പറ്റില്ല, എല്ലാവരും കാണണം. അപ്പൊ നമ്മുടെ ഇറ്റ്സ് എ കോൺസ്റ്റന്റ് റിമൈൻഡർ. സി ഓക്കെ, കഴിഞ്ഞ കുറച്ച് നാളിലെങ്കിലും അതിന്ന് ഇത് ഞാൻ പറഞ്ഞത്, ഇതിലല്ലാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പണിയാണ്. എൻ്റെ സ്പേസ് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ അങ്ങനെ അൺഇൻവൈറ്റഡ് ആയിട്ടുള്ള ആരുമില്ല. അറ്റ്ലീസ്റ്റ് ഫോർ ലൈക്ക് ലാസ്റ്റ് 2 years അൺഇൻവൈറ്റഡ് ആയിട്ടുള്ള ആരുമില്ല. ഞാൻ സോഷ്യലൈസ് ചെയ്യലില്ല ഇപ്പം. പ്രത്യേകിച്ച് ഞാൻ ഒരു ഫംഗ്ഷന് പോകുന്നത് വളരെ വളരെ കുറവാണ്. എൻ്റെ സ്പേസ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്, സോറി ഇതിൽ ഒരുപാട് ഞാൻ എന്ന് പറയാതെ ഇത് കംപ്ലീറ്റ് ആവില്ല. എൻ്റെ ഇപ്പം എൻ്റെ ഷോസിലാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പം എനിക്ക് കൂട്ടുകാർക്ക് അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ സമയം കിട്ടുന്നില്ല. സോ നമ്മളെന്താ ഇത്രയും വർഷം കൊണ്ട് ചേർന്ന് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ, എനിക്ക് ഏറ്റവും റെസ്പെക്റ്റും ഇഷ്ടവും വിശ്വാസമുള്ള ആളുകളെ ചുറ്റിനും നിർത്തിയിട്ട് അവർ ഓരോ കാര്യത്തിൽ ട്രെയിൻ ചെയ്തു. സോ ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി ആയിക്കോട്ടെ, ഒരു വിഭാഗം ആയിരിക്കും. അപ്പുറത്തെ ഒരു കൺസോൾ മാനേജ്മെന്റ്, ലൈറ്റിംഗ്, അവരതിൽ എക്സ്പേർട്ട് ആയിരുന്നിട്ടുണ്ടാവില്ല. നമ്മൾ അവരെ ഡെവലപ്പ് ചെയ്ത് ബിൽഡ് ചെയ്ത് ഇപ്പം എനിക്ക് ഏറ്റവും ട്രസ്റ്റ് ചെയ്യാം. എൻ്റെ PA എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ. അംഗനവാടി തൊട്ട് എൻ്റെ കൂടെയുള്ള ആളാണ്. ഇപ്പത്തെ കിൻഡർ ഗാർഡൻ അംഗനവാടി നമുക്കതാണ്. അവിടുന്ന് തൊട്ട് എൻ്റെ കൂടെയുള്ള ആളാണ്. അപ്പൊ അവനെ വിശ്വസിക്കാവുന്ന പോലെ ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. സോ യു ഡോണ്ട് ഹാവ് ടു തിങ്ക് ദാറ്റ് സൈഡ്. ആ ഒരു നെഗറ്റീവ് സാധനം അവൻ്റെ അടുത്തേക്ക് എത്തിക്കില്ല. രാജമൂർത്തി എൻ്റെ എത്രയോ വർഷമായിട്ടുള്ള എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്താണ്. പല സ്ഥലങ്ങളിലും അദ്ദേഹം മെൻറ്റർ പോലെയാണ് എൻ്റെ അടുത്ത്. അതായത് എൻ്റെ ചെവി പിടിച്ച് ഞാൻ കുറച്ച് പേര് പറഞ്ഞാലും ഞാൻ കേൾക്കൂ. പക്ഷെ രാജമൂർത്തി ആൻഡ് ജിസ് അവരങ്ങനത്തതാ. ജസ്റ്റ് ഇവര് രണ്ടാളും അപ്പുറത്തപ്പുറത്തുണ്ട്. മിഥുൻ ഭായി, നമ്മുടെ മാനേജർ ആയിക്കോട്ടെ, ഇവരെല്ലാവരും എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ്. സോ എനിക്കൊരു വീക്കെൻഡിൽ ഞാൻ പോകുന്നു, നമ്മുടെ തലേനാൾ എല്ലാവരും കൂടി കൂടുന്നു. ഇറ്റ്സ് ലൈക്ക് എ ഫെസ്റ്റിവൽ. ഈ ഷോ നടത്തുന്നു, പിറ്റേ ദിവസം ഷോ നടത്തുന്നു.
പിന്നെ റിവ്യൂ അന്ന് ലേറ്റ് നൈറ്റ് വരെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെല്ലാവരും കൂടി പിറ്റേ ദിവസം ചിലപ്പോൾ വന്ദേ ഭാരതിന് എല്ലാവരും കൂടി ഒന്നിച്ച് പോകാം, അല്ലെങ്കിൽ കാറുകളാണെങ്കിൽ അങ്ങനെ എല്ലാവരും ഒന്നിച്ച് വന്ന് അവിടെ അത് തീർന്നു. പിന്നെ ഇതല്ലാതെ എനിക്ക് ഐ ഡോണ്ട് ഹാവ് ടു ഡീൽ വിത്ത് പീപ്പിൾ എന്ന് പറയുന്നത്, മനസ്സിലായോ? അതുകൊണ്ട് ഒരു നെഗറ്റിവിറ്റി എൻ്റെ നമ്മളെ സ്പേസിലേക്ക് എത്താൻ കുറച്ചും കൂടെ പ്രൊട്ടക്റ്റഡ് ആണ്, ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം. സോ ഇതുപോലെ വളരെ കരുതലുള്ള ഒരു ടീമിനെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ സ്പേസ് വളരെ മനോഹരമാക്കിയിട്ടിരിക്കുക. ഞാൻ നിൽക്കുന്ന ഏത് സ്പേസും ഏതൊരാൾക്കും ഇത് ശാന്തേ ഉള്ളൂ. പക്ഷെ നമ്മൾ വിചാരിക്കും വേണ്ടാത്ത കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്കിങ്ങനെ ആയിപ്പോയി ഇനി ഇങ്ങനെ പറ്റും, അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഹാപ്പിനെസ്സിൻ്റെ കീ നമ്മൾ വേറെ അടുത്തെങ്കിലും കൊടുത്തിട്ട് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം നെഗറ്റിവിറ്റി വേണ്ട എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. അത് ഓടി ഒളിക്കുന്ന പോലെ എന്നൊക്കെ വേണമെങ്കിൽ ആൾക്കാർക്ക് പറയാം. അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇതൊന്നും ഡീൽ ചെയ്യാനുള്ള ഗഡ്സ് ഇല്ല, ഇതൊന്നുമല്ല. ഇപ്പം എനിക്ക് ആവശ്യമുള്ള സ്പേസ്, ഫോക്കസ്, അതിന് വേണ്ടുന്ന സറൗണ്ടിങ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഏതൊരാൾക്കും ഫോളോ ചെയ്യുന്നതേ ഉള്ളേ. നിങ്ങളുടെ പർപ്പസ് എന്താണ്? ആളുകളെ ഒഴിവാക്കുന്നതും ഇതൊന്നും തെറ്റില്ല. കുറേ ടോക്സിസിറ്റി നമ്മൾ ഇങ്ങനെ ഒരു ബിഗർ പർപ്പസിന് വേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിന് കുറേ ടോക്സിസിറ്റി ഒഴിവാക്കേണ്ടി വരും. നമ്മൾ പറയും ചിലർ നിങ്ങളുടെ ചരിത്രത്തിൻ്റെ ഭാഗമാവേണ്ടതാ, ചിലർ നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെയും. അപ്പം വൺസ് യു എലിമിനേറ്റഡ് ഇനഫ്, നിങ്ങളുടെ ഒരു സ്പേസ് ഉണ്ടാക്കി അവിടെ നെഗറ്റിവിറ്റി വേണ്ട നിങ്ങൾ വിചാരിച്ചാൽ യു ഡോണ്ട് വാണ്ട് നെഗറ്റീവ്. അത് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. കിട്ടിയോ? സോഷ്യൽ മീഡിയ പോലൊരു സ്ഥലത്ത് റീസെൻ്റ്ലി എൻ്റെ ഒരു സുഹൃത്തിനെ പറ്റിയിട്ട് നമ്മളിത് സംസാരിക്കുമ്പോൾ, ഒരു സെലിബ്രിറ്റിയാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആൾ പറയും, അത് ഞാൻ ഒരാളെ നിർത്തിയിട്ടുണ്ട്, ആരെങ്കിലും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ ചെയ്താൽ അപ്പം ബ്ലോക്ക് ചെയ്യുന്നു. എന്തിനാ വെറുതെ നെഗറ്റിവിറ്റി? നമ്മുടെ വീട് വൃത്തിയാക്കുന്ന പോലെ. അതാണ് ഞാൻ അവിടെ പറഞ്ഞു തുടങ്ങിയത്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് അത് എടുത്ത് ആ വേസ്റ്റ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടൊക്കില്ലല്ലോ, അപ്പം ബ്ലോക്ക് ചെയ്യേ. ഇവൻച്വലി ഒരു കണ്ടന്റ് ക്രിയേറ്ററിന് എൻ്റെ അടുത്ത സുഹൃത്തിന് ഞാൻ ഇങ്ങനെ എന്തോ പറഞ്ഞു, ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇത്രയും വെറുപ്പുള്ള, ഇത്രയും ഹേറ്റഡ് ഉള്ള ഒരു 500 എണ്ണത്തിന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റി. അത്രയും ആൾക്കാരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയോ? അവര് നിങ്ങളുടെ കോണ്ടന്റ് ആണ്, നിങ്ങളുടെ പേജ്, നിങ്ങളുടെ സ്പേസ് ആണ് ഡിസർവ് ചെയ്യാത്തത്. ഈ ഹൈഡി ബ്ലോക്ക് ചെയ്യാനുള്ള അവസരം ഭയങ്കര രസമുള്ള പരിപാടിയാണത്. നിങ്ങൾക്ക് ലോകത്ത് ഈ കേരളത്തിലുള്ള ഏറ്റവും വൃത്തിയായിട്ട മൈൻഡുള്ള ഒരു ബഞ്ച് ഓഫ് സൈക്കോപാത്സിന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു ഡാറ്റാ ബേസ് കിട്ടുന്ന പോലെയാണ് ഈ ബ്ലോക്ക് ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ. കം ഓൺ, വൈ ഡോണ്ട് യു തിങ്ക്? അല്ല, അത് ശരിയാണ്. ഞാൻ ആദ്യമായിട്ടൊക്കെ ഇതിനൊരു, നമ്മളിത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നതല്ല കേട്ടോ. നമ്മൾ സംഭവം നമ്മള് മനസ്സ് വിഷമിക്കുന്നതിനെ പറ്റിയിട്ടും സെൻസിറ്റിവിറ്റിനെ പറ്റിയും ഹാപ്പിനെസിനെ പറ്റി എല്ലാം സംസാരിക്കുമ്പോൾ നമ്മളൊരു ഡിജിറ്റൽ സ്പേസിലായി നിന്നിട്ടാണ് സംസാരിക്കുന്നതുകൊണ്ടും ഞാനിപ്പോൾ ഇതിനെ പറ്റിയിട്ട് കുറച്ചധികം മനസ്സിലാക്കുന്നുണ്ട്. വേറൊരു ആവശ്യത്തിന് നല്ലൊരു എഡ്യൂക്കേറ്റീവ് അല്ല. പക്ഷെ ഇതില് ഈ എഴുതുന്ന ആളുകൾ മനസ്സിലാക്കാത്ത വേറൊരു കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ആക്ച്വലി പലരോടും സാധാരണ തോന്നാറുണ്ട്. എന്താണെന്നറിയോ? ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഒരു വീഡിയോ ഭയങ്കര വൈറലായി. അത് മോസ്റ്റ്ലി ഈ ആളുകൾ എന്നെ ചീത്ത പറയുന്നതുകൊണ്ടാണ് അത് വൈറലായത്. അപ്പൊ അതില് ഞാനൊരു കമന്റ് കണ്ട് എനിക്ക് ഭയങ്കര തമാശ വന്നു. അതായത്, വൈറലാക്കാൻ വേണ്ടി ചെയ്തതാണ് ഇങ്ങനെയെന്ന്. അപ്പൊ ഞാൻ ആലോചിച്ചത്, ഈ 3 മില്യൺ വ്യൂസ് എത്തിയ സ്ഥാനത്തേക്കാളും കൂടുതൽ എന്താ വൈറലാവാനുള്ളത്? അപ്പോൾ ഇതിനു വേണ്ടി, അതായത് നമ്മളെ സഹായിക്കാൻ വേണ്ടി ഇവൻ ഓവർ ടൈം പണിയെടുക്കുക, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നിങ്ങനെ. അപ്പൊ ശരിക്കും അവരെ സഹായിക്കാനാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്യില്ല. അപ്പം ബേസിക്കലി അത് വർക്ക് ചെയ്യുന്നത്, വിഡ്ഢിയാവുന്നത് ഈ എഴുതുന്ന ആളാണ്. അവനെ സോഷ്യൽ മീഡിയ കമ്പനി ഉപയോഗിക്കുക. അവൻ രാവിലെ അറിയുന്നില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞ അവരോട് സഹതാപം കുറച്ച് വേണം. പക്ഷെ ആ സഹതാപത്തിന് സെന്റ് അടിക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് എന്നെ ഇത് അങ്ങനെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ ആ ലെവലില് ഒന്നും അങ്ങനത്തെ ഒരു രീതിയിലേക്കല്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇതുകൊണ്ട് പിന്നെ ഡിപ്രഷൻ ആവുന്ന ഒരു വലിയ വിഭാഗം, ഞാൻ സ്റ്റേറ്റ്സ് ഇപ്പോഴൊന്നുമല്ല, കുറേ വർഷം മുമ്പ് വരുമ്പോൾ എൻ്റെ നെഫ്യൂ അവരെന്നോട് പറയാണ്, കുട്ടൻ അതെന്താ ലൈക്ക് ചെയ്യാൻ. ഞാൻ പറഞ്ഞേ അന്നൊന്നും ഞാനിത് മനസ്സിലാക്കിയിട്ട് തന്നെ ഇല്ല. അന്ന് എനിക്ക് പേജസ് ഉണ്ടോയെന്ന് തന്നെ എനിക്ക് ഓർമ്മ. ഞാൻ വാസ് ലൈക്ക് എന്താ
അല്ല സച്ചുവിൻ്റെത് ലൈക്കാക്കിനി അവരുടെ മോനും മോളുമാണ് മുത്തച്ഛൻ്റെ മോള്. ഞാൻ പറയാം അപ്പം ഞാൻ പക്ഷെ അവർക്കത് വിഷമാവുന്നതെന്ന് ആലോചിക്കുമ്പോഴൊരു കാര്യം അവരെ തെറ്റ് പറയല്ല. ഇതുപോലെ എല്ലാവരും വളരെ യങ്സ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇവർക്ക് ഇത് എത്രത്തോളം സീരിയസ് ആണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പം ഈ ചിലപ്പോൾ ഞാനൊരു കാര്യം പഠിക്കാൻ നോക്കുന്നു. അതായത് എനിക്ക് ഈ ഒരു ടൈം ഫ്രെയിമിന് ഒരു 4-5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ചിലപ്പോൾ ഒരു മ്യൂസിക്കിൻ്റെ ഇതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻ്റ്, അല്ലെങ്കിൽ ഒരു പുസ്തകം, അല്ലെങ്കിൽ അത് സാഹിത്യം ജനറിക് ആയിരിക്കും. ഞാൻ അതിലെ കുറച്ച് പേരെ ഫോളോ ചെയ്യും. ഇപ്പം ടൈം ലൈൻ വി കുഡ് ഓൺലി ഡു സോ മച്ച്. കുറേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ലേ. അപ്പോൾ അത് വേണ്ട, എനിക്ക് നമ്മൾ നോക്കുമ്പോൾ അത് തന്നെ വരാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ അക്രോബാറ്റിക് ആണ് ഉദാഹരണം പറയണം, അതല്ല. അപ്പോൾ അതിൽ 3-4 ആളുണ്ടോ, അത് എനിക്ക് ആ സമയത്ത് കണ്ടുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പം ഞാനത് അൺഫോളോ ചെയ്യും. കാരണം അതെനിക്ക് അപ്പം ആവശ്യമില്ല. ഇത് പിന്നെ നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ വരിസംഖ്യ കൊടുത്തിട്ട് അവരുടെ കുടുംബത്തിൽ ചിലർ അങ്ങനത്തെ ഒന്നും അല്ലല്ലോ, സഹായിക്കുന്നതൊന്നും അല്ലല്ലോ. അപ്പം നമ്മളത് ചെയ്യുന്ന. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ പേരിലൊക്കെ ഡിപ്രഷനായ ആൾക്കാരുണ്ടെന്ന്. അത് എൻ്റെ ഒരു സൗഹൃദ ഇതിൽ തന്നെ ഞാൻ അൺഫോളോ ചെയ്തുല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമിച്ച് സീരിയസ് ആയി. വാസ് ലൈക്ക് നമ്മളിതൊന്ന് അല്ല, അത് ഞാൻ അറിഞ്ഞെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമല്ലോ കേട്ടോ. പക്ഷെ നമ്മൾ ആലോചിക്കാത്ത രീതിയിൽ എന്നാൽ വളരെ സെൻസിബിൾ ആയിട്ടുള്ള, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് വലിയ പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ, വലിയൊരു ഓൺടർപ്രണറാണ്. ആളുകൾ ഇങ്ങനെയൊക്കെ ഇത്തരത്തിൽ പോലും ആൾക്കാർ സോഷ്യൽ മീഡിയനെ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരു ആൽക്കഹോളും ഡ്രഗ്സ് ഒക്കെ പോലെ തന്നെയാണ് മോർ. അതെ അതെ. കാരണം നേരത്തെ പറഞ്ഞു നോക്കൂ, ഡ്രഗ്സ് പക്ഷെ ആൽക്കഹോൾ അതിന് പോലും കുറച്ച് സമയം വേണം ഹൈ ആക്കാൻ. ഇതല്ല, 1 ക്ലിക്ക്, 1 നെഗറ്റിവിറ്റി, 1 അൺഫോളോ, ഫോളോ. നിങ്ങളുടെ അഡ്രിനാലിനും പീക്കൊക്കെ ഇത്രത്തോളം അതാ ഞാൻ പറഞ്ഞത്. അപ്പം അതില്ലാത്തൊരു സ്പേസിൽ എത്രത്തോളം പീസ് കിട്ടുന്നുള്ളത് നമുക്ക്. പക്ഷേ ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മൾ ഇപ്പം നോക്കൂ, ഞാൻ ഇതിനെ പറ്റിയിട്ട് പറയാൻ പാടുണ്ടോ? നമ്മൾ ഇതിലൊരു റെവല്യൂഷൻ പോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. ഐ മീൻ സിംഗിൾ പോസ്റ്റ് ആണ് നമുക്കിപ്പോൾ ഒരു സോൾഡ് ഔട്ട്. നമുക്ക് അറിയോ, നമ്മുടെ ഇൻസോംനിയക്ക് PR ഇല്ല, 0 PR, നോ മാർക്കറ്റിംഗ്, നോ ബ്രാൻഡിങ്. അതൊരു പോസ്റ്റർ പോലും നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരു പോസ്റ്ററാണ് നമ്മുടെ മാർക്കറ്റിംഗ്. ഇങ്ങനെയാണ് ഈ ഷോ ഇപ്പോൾ റൺ ചെയ്യുന്നത്. ആൻഡ് ഈസ് ഗെറ്റിംഗ് സോൾഡ് ഔട്ട് ഇൻ കപ്പിൾ ഓഫ് മണിക്കൂർ അല്ലെങ്കിൽ ദിവസം. അപ്പം ഞാൻ ഈ സ്പേസിനെ പറ്റിയിട്ട് തന്നെ മോശം പറയാനില്ല. ഇത് എത്ര ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാമെന്ന് അങ്ങനെ പറയാം. ഒരുപാട് നല്ലതും ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഭയങ്കര ഡൗൺ ആയിട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ യൂട്യൂബിൽ നമ്മുടെ ഹാപ്പിനെസ്സിൽ നമ്മളതിൽ പോയിട്ട് ചിലപ്പോൾ കമൻ്റെല്ലാം ഒന്നിങ്ങനെ നോക്കും. അപ്പോൾ ഇതൊരു അതും ഒരു കോൺസ്റ്റന്റ് റിമൈൻഡർ. അയ്യോ, ഇത്രയും സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇത്രയും നമ്മൾ പറഞ്ഞ ചെറിയൊരു കാര്യം ഇത്രയും സീരിയസ് ആയിട്ട്. അപ്പോൾ എനിക്ക് വിഷമവും നമ്മൾ ഈ ചാനൽ അതിൽ കോണ്ടന്റ് ചെയ്യാത്തതിന്. അതായത് അത് ആരൊക്കെയോ എവിടെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലാകുമ്പോൾ നമ്മളെ സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്ന ഇതിനൊക്കെ ഉപയോഗിക്കാം. അതിലൊരു സന്തോഷം. ഈ ലൈബ്രറി ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞ യൂട്യൂബ് സ്പേസിൽ നമുക്ക് അങ്ങനെ ഹേറ്റഡ് കണ്ടിട്ടേ ഇല്ല. അത് അങ്ങനെ ഒരു കുഞ്ഞിടമാണ്. സോ ലെയർ ബൈ ലെയർ ബാക്കിലോട്ട് പോയാൽ നമ്മുടെ ഒരു സ്പേസ് എങ്ങനെ നെഗറ്റീവ് ഇല്ലാതെ ആക്കാന്നുള്ളതും. സോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജോലിക്ക് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആവശ്യമില്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒട്ടും സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞു, ഞാനതില്ലാത്ത എൻ്റെ കുറച്ച് അവരെ വലിയ പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണ്. പൊസിഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഞാൻ എങ്ങനെ പറയുന്ന അറിയോ, അവരുടെ കരിയർ, അവരുടെ ഡ്രീമിനെ അവർ കൊണ്ടുപോകുന്ന ഫേസിനെ പറ്റിയിട്ടാണ്. അവർക്ക് ആ സമയം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഇതില്ലാത്തതുകൊണ്ട് ആ സമയം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇതൊന്നും ഇല്ലാത്തൊരു സ്പേസിൽ മാറി നിന്ന്, അവിടെ നെഗറ്റിവിറ്റി ഇല്ലല്ലോ, അവിടെ എനിക്ക് ബാറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് മാത്രം മതി. സോ ഞാൻ ഈ സ്പേസ് എൻ്റെ എൻ്റെ പ്രൊഫഷണൽ സ്പേസ് കാരണം ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ. അപ്പം ഇത് രണ്ടും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇടങ്ങളാണ് ഓടിയെത്താൻ. അത് രണ്ടും കണക്ട് ചെയ്തുകൊണ്ട് എനിക്ക് രണ്ടിനെയും കുറേ കൂടുതൽ ഇഷ്ടപ്പെടാൻ പറ്റുന്നുണ്ട്. 1 കോംപ്ലിമെന്റ് ടു അതർ. കിട്ടിയോ? ഇതുപോലൊരു സ്പേസാണ് ഞാൻ ഇതൊക്കെ മാറ്റി നിർത്തി പോയിരുന്നെങ്കിലും ഉണ്ടാക്കാൻ പോകുന്നത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരെണ്ണം. അവിടെ നിന്ന് ചിലപ്പോൾ എന്ന് വെച്ചാൽ അതൊരു ആജീവനാന്ത തീരുമാനമല്ലോ. ചിലപ്പോൾ 2 വർഷം ബ്രേക്ക് ആയിരിക്കും. ആ 2 വർഷത്തിനുള്ള അത്രയും പീസ്ഫുള്ളായി അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഇടമുണ്ടെങ്കിൽ എത്രത്തോളം ക്രിയേറ്റിവിറ്റി നമുക്ക് ഓരോ കാര്യങ്ങൾ എത്രത്തോളം കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റും. ഈ ചോദ്യത്തിനാണ് നമ്മൾ ഡൈവേർട്ടായിട്ട് തുടങ്ങിയത്. ഐ ന്യൂ വ്യൂവർ തിരിച്ച് ഇതിലേക്ക് വരാമെന്ന്. പക്ഷെ അതിൻ്റെ ഇടയിൽ കണക്ട് ചെയ്യേണ്ട കുറേ പോയിന്റ്സ് ഉണ്ടായിപ്പോയി.
ഇതൊരു വലിയ പ്രസ്ഥാനമാണല്ലോ ഇപ്പോൾ. പ്രസ്ഥാനം ഒറ്റയ്ക്ക് പറഞ്ഞു കേൾക്കാറുണ്ട്. നമ്മൾ കുറേ ഫാസ്റ്റായിട്ട് പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോവുക, കുറേ ദൂരെ പോകണമെങ്കിൽ ആരെങ്കിലും കൂടെ കൂട്ടുക. അങ്ങനെ ഇപ്പോൾ അടുത്ത് കൂടെ കൂട്ടിയ ഒരാളാണല്ലോ ജിസ്. എന്താണ് ജിസിൻ്റെ കോൺട്രിബ്യൂഷൻ? ജിസിൻ്റെ കഥ എന്നെക്കാളും ഭയങ്കര വലുതല്ലേ. എൻ്റെ കഥ ഈ ഒരു നീഷിൽ ഇങ്ങനൊരു സബ്ജക്റ്റിലായതുകൊണ്ട് അത് യുണീക്കായിട്ട് എളുപ്പം പറയാൻ പറ്റുന്നതാണ്. എന്നോട് ആരും ചോദിച്ചില്ല, അതുകൊണ്ട് രസമുണ്ട്. ഈ ജിസൻ രാജമൂർത്തി രണ്ടാളാണ്. എനിക്ക് ആ സ്പേസിലുള്ള കൂട്ടുകാരുണ്ട്, ബിന്ദു, ദിവ്യ, എനിക്ക് കൂട്ടുകാർ ഉണ്ട് ആ സ്പേസിലുള്ള. പക്ഷെ ഇവർ രണ്ടുപേരും ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് നിൽക്കുമ്പോൾ ഒരു കൽക്കരി, നമ്മൾ ആ എക്സാമ്പിൾ കൽക്കരി കുറേ എക്സ്ട്രീം പ്രഷറിൽ ഇങ്ങനെ വർഷങ്ങളോളം നിന്ന് അത്രയും പ്രഷർ എടുത്തിട്ട് അവസാനം അത് ഒരു ദിവസം ഒരു പുറത്ത് വന്നൊരു ഡയമണ്ട് പോലെ ആയി നിൽക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഡയമണ്ട് ആണ്, അതിന് ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യാൻ അറിയില്ല, അതിന് റിഫ്ലക്റ്റ് ചെയ്യാനേ പറ്റൂ. സോ അതിലേക്ക് റൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് വരേണ്ടതുണ്ട്. ഇവർ രണ്ടാളും അങ്ങനത്തെ പ്രകാശങ്ങളാണ്. എനിക്കൊന്ന് എല്ലാവരുടെ ലൈഫിലും ഒരു ജിസും രാജയിലും ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി സോ ബ്യൂട്ടിഫുൾ, ദേ സോ പ്യുവർ. പിന്നെ ഐ കാൺ എംഫസൈസ് ഇതിൻ്റെ. രാജ എൻ്റെ കൂടെ ഒരുപാട് മുമ്പുണ്ട്. രാജമൂർത്തി, രാജ സാർ എന്നൊക്കെയാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് ഒരു രസമില്ലാത്തതുകൊണ്ട് ഇപ്പം രാജമാമ എന്ന് വിളിക്കും. എൻ്റെ സർക്കിളിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് കേട്ടോ, അല്ലാതെ എനിക്കറിയില്ല. എല്ലാവർക്കും എല്ലാവരും ഓപ്പണാ, നമ്മൾ അതിൻ്റെ ലോയൽറ്റി ഒന്നും എടുക്കാൻ പോലില്ല. സോ രാജക്ക് എനിക്ക് രാജ എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ജിസിന് അങ്ങോട്ട് എല്ലാം അങ്ങനെ ഇങ്ങനെയാണ്. ജിസ് ഈ ഷോ ഇഷ്ടമായിട്ടാണ് ആദ്യം പരിചയപ്പെട്ട് തുടങ്ങിയത്. ഷോ കണ്ട് ഇഷ്ടം കൊണ്ട് കൂടെ കൂടിയതാണ്. പിന്നെ ഒരു ഹൈലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സൗഹൃദം അവിടെ ഉണ്ടായിരുന്നു. എന്നാലും ആ സ്പേസ് ഇടക്കിടക്ക് നമ്മൾ ഉപയോഗിക്കലൊന്നുമില്ല, വല്ലപ്പോഴും നല്ലത് കണ്ട ഒരു മെസ്സേജ് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഈ 10 ഷോൻ്റെ ടൂറ് ആ ഒരു സമയത്താണ്. അതിന് മുമ്പേ നമ്മൾ കുറച്ചും കൂടെ നല്ല അടുപ്പുണ്ടായിരുന്നു. ദെൻ ഈ 10 ഷോൻ്റെ ടൂറിന് അവൻ ആക്ച്വലി എന്നെ സഹായിക്കാൻ വേണ്ടി വന്നയാ. ഒരു നോട്ട് എ ബിസിനസ് ഒന്നുമല്ല. അതായത് ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ഷോന് അവൻ വന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാൻ പിന്നെ അളിയ ക്യാമറ ഏതായാലും ഇങ്ങനെയാണ് ഞാൻ വെക്കാൻ വിചാരിക്കുന്നത്, നീ അല്ല ഈ തലേന്നെല്ലാം ഓടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്ന് നിനക്ക് ഹെൽപ്പ് ചെയ്തുകൂടെ. അങ്ങനെ അവൻ 1-2 സജഷനൊക്കെ പറഞ്ഞു. ഈ ആക്ച്വലി വെൻറ്റ് ഇൻ ടു കൺസോൾ, അവിടെ നിന്നാണ് ഷോ കണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ ചോദിക്കുക പോലും ചെയ്യാതെ ഹി സ്റ്റാർട്ടഡ് ടു ട്രാവൽ. ആ 10 ഷോയിലും അവൻ കൂടെ വന്നു ആസ് എ ഫ്രണ്ട്. എന്നിട്ട് അവനെ കൊണ്ട് പറ്റുന്ന ഐഡിയാസൊക്കെ നമ്മളത് കഴിഞ്ഞിട്ട് ഷോ കഴിഞ്ഞിട്ട് സംസാരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം രാജേനെയും അവരും പെട്ടെന്ന് കണക്ട് ആയി. അപ്പം എൻ്റെ ടീം ഇതിന് എല്ലാവരും ഉണ്ട്. കുറേ വർഷം ഞാൻ നേരത്തെ പറഞ്ഞു 2007, 2010 ആ ഒരു സമയത്ത് തുടങ്ങിയ ആശയങ്ങളാണ് പലതും എൻ്റെ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ട് ഡിലേ ചെയ്തായിരിക്കണം. ഞാൻ പറഞ്ഞു ഞാൻ 4 ഷോ ഇത് പിന്നെ 2 മാസം ഉണ്ടാവില്ല. പക്ഷേ പലതും ഇപ്പം സംഭവിക്കുവാണ്. അന്നേ തുടങ്ങി വെച്ച കാര്യങ്ങൾ, ആ എഫേർട്ട് നമ്മളതിൽ കോൺസ്റ്റൻ്റ്ലി നിർത്താതിരുന്ന കുറച്ച് കാര്യങ്ങൾ, ഒന്ന് ക്വാളിറ്റി പെർഫെക്ഷനുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ ജിസ് വന്നതിന് ശേഷം ഞാൻ സ്റ്റക്കായിട്ടുണ്ടായിരുന്ന കുറേ ഏരിയ, ഞാനും രാജേശ്വർ നമ്മൾ സ്റ്റക്കായിട്ടുണ്ടായിരുന്ന കുറേ ഏരിയ, ഇത് ഡെഫിനറ്റ്ലി വി വുഡ് ഹാവ് മെയ്ഡ് ഇറ്റ്. പക്ഷെ ആ ഒരു 3 വർഷം എടുത്തിട്ട് സംഭവിക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ ഒരു 6 മാസത്തിൽ വി മെയ്ഡ് ഇറ്റ്. അത് അവനില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നടക്കില്ലായിരുന്നു. നടക്കുമായിരുന്നു, ഇച്ചിടെ ഒരുപാട് സമയം എടുത്തേനെ. കാരണം ഒന്ന്, എനിക്ക് ബിസിനസ് തലയില്ല. ഞാൻ വേറൊരാൾക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കും. പക്ഷെ എനിക്ക് ഈ പെർഫെക്ഷൻ, ഇങ്ങനത്തെ ആർട്ടിസ്റ്റിക് മൈൻഡിലല്ലാതെ ഒന്നും അറിയില്ല. ഹി ഈസ് റിയലി ഗുഡ് അറ്റ് ഇറ്റ്. ഐ എം റിയലി ഗുഡ് വിത്ത് മാത്സ്. പക്ഷെ ബിസിനസ് പരമായ നമ്പേഴ്സ് അല്ല. അവൻ ഒരു പെൻസിലെടുത്ത് ഇത്രയും വർഷം ഈ 10,850 ആഡ് ചെയ്ത ആളാണ്. അവൻ ഒരു പെൻസിൽ ഒരു അക്കൗണ്ടില്ല, അവനാണ് അതിൻ്റെ ഓരോ കണക്കും. ആൻഡ് ഇൻഡസ്ട്രിയിൽ എനിക്കറിയില്ല ആരെങ്കിലും അത്രയും ആക്യുറേറ്റ് ആയിട്ട്. അവന് എന്തെങ്കിലും വർക്ക് കഴിഞ്ഞാൽ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് പൈസ അവരുടെ അക്കൗണ്ടിൽ എത്തണം, അല്ലെങ്കിൽ അവന് ഉറങ്ങാൻ പറ്റില്ല. മനസ്സിലായോ? സിനിമയിൽ നിന്ന് വരുന്ന ഒരാൾ, ഹീസ് ദാറ്റ്. ആര് വേണമെങ്കിലും ചോദിക്കാം. മനസ്സിലായോ? അതും ഒരാൾക്ക് എന്തെങ്കിലും ഒരു നമ്മൾ ശ്രദ്ധിച്ചാൽ അവന് കുറച്ച് പൈസ അധികം കൊടുത്തിട്ട് എല്ലാവരും ഹാപ്പിയാക്കി 24 മണിക്കൂറിനപ്പുറം ഇങ്ങനെ കൊണ്ടു നടക്കുന്നിടത്താണ്. സോ ആ ഭാഗം ഭയങ്കരമായിട്ട് എനിക്കറിയണം. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മാത്തമാറ്റിക്സിലൊക്കെ ഹൈ ഇൻ്റലിജൻസ് എക്സലൻസും കാണിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ എനിക്ക് ഈ ഫോംസ് വായിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കൊരു ധാരണ, ഞാനത് തൊടില്ല. ഹി ഈസ് ടേക്കിംഗ് കെയർ ഓഫ് എവ്രിതിങ്. അത് വളരെ വിദഗ്ധമായിട്ട് അവന് ബിസിനസ് സൈഡ് മാനേജ് ചെയ്യുന്നുണ്ട്.
സോ ഐ ജസ്റ്റ് ഹാവ് ടു കം അപ്പ് വിത്ത് ഐഡിയാസ് ആൻഡ് ലൈക്ക് ഇങ്ങനത്തെ കുറച്ച് പ്ലാൻസ്. അതിനെ ഏറ്റവും കൂടുതൽ പോസിബിൾ ആക്കുന്നത് ഇവരുടെ സപ്പോർട്ടാണ്. അപ്പം ആദ്യം ആളിയാ ഇങ്ങനെ ഞാനൊരു ഭ്രാന്ത പറയുന്നത് അങ്ങനെ അതിൻ്റെ ഇരട്ടി റെഡിയാണ്. എന്നാൽ കറക്റ്റ് സമയത്ത് ഞാൻ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാൽ എടാ അതല്ല എന്ന് പറയും. ഇവർ രണ്ടാളും അപ്പുറത്തിപ്പുറത്തുണ്ട്. ട്രൂലി അവരും അങ്ങനെ പറ്റുള്ളൂ. അതുകൊള്ളാം. അപ്പം ഇത് ഇപ്പം നമ്മുടെ മനസ്സിലുള്ള ഒരു ഷോന്റെ ഒരു 55% എത്തിയിട്ടുണ്ട്. ഇൻസോംനിയ കേട്ടോ. അപ്പം ഇനിയുള്ള ഓരോരു പെർസെൻറ്റേജും ഇതുവരെ ഇത് വന്ന പോലെ എളുപ്പമല്ല. പക്ഷേ വി ആർ ഡെഫിനറ്റ്ലി ഗോണ മേക്ക് ഇറ്റ്. എനിക്ക് ഇതെങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാം. അല്ലാതെ ഇത് പോകുന്ന വഴിക്ക് ഇത് എവിടെയെങ്കിലും എത്തട്ടെ എന്ന് പറഞ്ഞിട്ടല്ല. ഞാൻ പറഞ്ഞു ഇത് അന്ന് ആ കാലത്ത് ആഗ്രഹിച്ച കാര്യമാണ്. ഇനിയുള്ള ഒരു വർഷം കൊണ്ട് ഇത് എവിടെ എത്തി നിൽക്കുന്നുള്ളതിനെ പറ്റി എനിക്ക് കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. ഞാൻ കുറച്ച് സിഡ്നിയിലെ ഓപ്പറ ഹൗസിൽ പ്ലേ ചെയ്യണമെന്ന് ആഗ്രഹം. അതൊക്കെ ഇതെന്ന് വെച്ചാൽ അതിപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു 3 മാസത്തിനുള്ളിൽ ചെയ്യാവുന്നേ ഉള്ളൂ, ഓഡിറ്റോറിയം അവൈലബിൾ ആണെങ്കിൽ. പക്ഷെ അതങ്ങനെയല്ല നടക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ല അതിനൊക്കെ ഞാനതാ പറയുന്നത്. ഞാൻ ഇത്രയും സംസാരിച്ചതിൽ നമ്മൾ എഴുത്തിനെ പറ്റിയിട്ടും പോയട്രീനെ പറ്റിയിട്ടും ഇതിനൊക്കെ പറയുമ്പോൾ ആ ചാപ്റ്റർ ഞാൻ ആ ലാസ്റ്റ് എഴുതാന്ന് ഹൗ വുഡ് യു എൻഡ് യുവർ സ്റ്റോറി എന്നാണ്. നിങ്ങളുടെ ജീവിതം ഒരു സിനിമയാവുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കതിൽ കുറേ ഭാഗം മനോഹരാക്കാം. വീട്ടിലിരിക്കുന്നവരാലോചിച്ചോട്ടെ, ചിലപ്പോൾ ഇൻ്റർവ്യൂവിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നല്ല ടേക്ക് അവേ ആയിരിക്കും ഇതായിരിക്കും. നിങ്ങളുടെ ലൈഫ് ഇപ്പം സോഫാറിൽ നിങ്ങളുടെ അടുത്തല്ല കേട്ടോ, ഒരാൾ ജനറലി അവരുടെ ലൈഫ് ഒരു സിനിമയായിട്ട്, അതായത് മൊത്തം ലൈഫല്ലല്ലോ ഒരു സിനിമയായിട്ട് കാണിക്കും. സിനിമയിൽ 3 തലമുറയൊക്കെ കാണിക്കും. പക്ഷെ നിങ്ങളുടെ ലൈഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഒരു കഥയായിട്ട് നിങ്ങളൊരു സിനിമ ഹാളിൽ ഇരുന്ന് കാണണം. 2.5 മണിക്കൂർ സിനിമ. നിങ്ങൾ എത്ര മിനിറ്റ് സഹിക്കും? എത്ര ലാഗിങ് ആയിരിക്കും, എത്ര ബോറിംഗ് ആയിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഓൺ ലൈഫ് നമ്മളാണിത് കാണുന്നത്. ആ സിനിമ ആയി ഓൾറെഡി, നമ്മളത് കാണുക. എത്ര ബോറിംഗ് ആയിരിക്കും നിങ്ങളെ കൊണ്ടുപോകുന്ന ആലോചിച്ചാൽ. അറ്റ്ലീസ്റ്റ് കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വേണ്ടേ, കുറച്ച് കമ്പാഷനുള്ള എപ്പിസോഡ് വേണ്ടേ. ഇതിലൊരു വട്ടവർ പ്രണയം ആയിക്കോട്ടെ, ഇനി മോളോടുള്ള റിലേഷൻ ആയിക്കോട്ടെ, അച്ഛനോടുള്ളതായിക്കോട്ടെ, എന്തെങ്കിലും വേണ്ടേ. ഈ എല്ലാ തീമിലും സിനിമകൾ വന്നിട്ടുണ്ട്. സോ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ലൈഫിൽ ചെയ്യും. യു ആർ നോട്ട് എ ട്രീ, യു കെൻ മൂവ്, യു ഡു സംതിങ്. അത് എത്രത്തോളം എക്സൈറ്റിംഗും ആക്കാം. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നിങ്ങളൊരു ഹേർഡിൽ ഒരു ബുദ്ധിമുട്ട് ലൈഫിൽ വരുമ്പോൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു. ഒരു സ്റ്റേജിന് അതൊക്കെ ആയിരിക്കണം ലൈഫ്. അതിലൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അല്ലെ മേയായിട്ട് അവിടെ ഇരിക്കാം, അതും കഥയാ. ഫുൾ ഹൈയിലൊരു കഥ പോയി കഴിഞ്ഞാൽ ഇറ്റ് വുഡന്റ് ബി ഇൻട്രസ്റ്റിംഗ്. ഇപ്പൊ സിദ്ദിഖ് ലാൽ അവരുടെ മീറ്റർ പറയുന്നത് എവിടെയാണ് സിനിമയിൽ പാട്ട് ചേർക്കുന്നത്. അപ്പൊ അവരുടെ സിനിമയിലെ പാട്ടുകൾ എപ്പോഴും എൻഗേജിങ് ആയിരിക്കും. ആ പാട്ടിനുള്ളിൽ കുറേ സംഭവങ്ങൾ നടക്കും. പൂക്കാലം വന്നു, അവിടെ ഒരു പ്രണയം തുടങ്ങി, പ്രണയിച്ച് വേറൊരു സ്ഥലത്തെത്തി. അത് കഴിയുമ്പോഴത്തേക്കിനും കുറേ പീരീഡ് അവർ ലാഭിച്ചു. അത് മാത്രമല്ല, ഒരു അഡ്രിനാലിൻ ഈ സംഭവം നമ്മുടെ ഷോയിൽ ഇതിൻ്റെ ഒരു മീറ്റർ പീക്ക് ഇങ്ങനെ പീക്കിൽ പോയിട്ട് അവിടുന്ന് പിന്നെ പോകാൻ പറ്റില്ല. അതെങ്ങനെ ശരിയാവും? അപ്പോഴത്തേക്കും അടുത്ത 500 അങ്ങനെയല്ല. അപ്പൊ അവിടെ കുറച്ചൊരു ഇത് വരണം താഴോട്ട്. ആ ഗ്രാഫ് ഒന്ന് എന്നിട്ട് ഹൈയിലേക്ക് പോകുമ്പോഴേ നമ്മുടെ അഡ്രിനാലിൻ ഡോപ്പമിനൊക്കെ നമ്മുടെ. സോ ഈ പോയിന്റിൽ അവിടെയാണ് അവർ പാട്ട് ഉപയോഗിക്കുക. കിട്ടുന്നുണ്ടോ? സോ എല്ലാം വേണം. താഴ്ന്നുണ്ടെങ്കിൽ ഓക്കെ, ഇഫ് യു ആർ ഫീലിംഗ് ലോ, അത് നിങ്ങൾ എങ്ങനെ ഹേർഡിൽ ടാക്കിൾ ചെയ്തു എന്ന് കാണിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നോ സച്ച് തിങ് ആസ് പ്രോബ്ലംസ്, ഓൺലി ഓപ്പർച്യൂണിറ്റീസ് ഫോർ സൊല്യൂഷൻ. അത് എക്സാക്ട്ലി ശരിയല്ല. പക്ഷെ അങ്ങനെ നിങ്ങൾ കാണാൻ തുടങ്ങിയാൽ, സിനിമ പോട്ടെ, പുസ്തകം, നിങ്ങളുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പുസ്തകം, നിങ്ങളുടെ എൻ്റെ സംഭവം, അതിലൊരു പുസ്തകം ഉണ്ടായാൽ അതിലൊരു 5 ഇൻട്രസ്റ്റിംഗ് ചാപ്റ്ററെങ്കിലും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു നോക്കൂ. പർപ്പസ്ഫുള്ളി ശ്രമിച്ചു നോക്കൂ. യു ഡു എ ട്രാൻസ്ഫർമേഷൻ. ജീവിതം മാറാൻ വലിയ ആശയങ്ങളൊന്നും വേണ്ട. ഒരു കാര്യം, യു ഹാവ് വൺ തിങ് ടു ഡു. സോ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതല്ലാതെ അവരെ ഞാൻ വില്ലനായിട്ട് ലൈഫിൽ കാണണമെന്നുണ്ടതല്ല. ആ കഥയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല. എല്ലാം ഫീൽ ഗുഡ് ആയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വേഗം മടുക്കും ചിലപ്പോൾ. സോ അതിലത് വേണം. അപ്പോൾ അത് ഷോ ഉണ്ടാക്കാനുള്ളൊരു മീറ്റർ മാത്രമല്ല, ജീവിതത്തിന് അപ്രോച്ച് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു, എപ്പോഴും ചോദിക്കുക ഹൗ വുഡ് യു എൻഡ് യുവർ സ്റ്റോറി. സ്റ്റാർട്ട് വിത്ത് വെരി സ്മോൾ തിങ്. ഞാനത് പലരോട്ടം മറ്റേ വൃന്ദാവൻ പോലെ. അപ്പം ഞാൻ മിക്കവാറും ഞാൻ ഡ്രസ്സിങ്ങിലൊന്നും ശ്രദ്ധിക്കില്ല. ഞാൻ എന്തെല്ലാം ആലോചിച്ചിട്ട് അപ്പം എന്തോ ഡ്രസ്സെല്ലാം കച്ചറ ഡ്രസ്സെല്ലാം ഇട്ടിട്ടാന്ന് തോന്നുന്നു പോയിനി. വലിയ ബ്രാൻഡല്ലോ തന്നെ, പക്ഷേ കാര്യമൊന്നുമില്ല. അപ്പം എന്നോട് അവർ വന്നിട്ട് ആരോ വന്നിട്ട് ചോദിച്ചു, സ്പൂണ് ഫോർക്ക് ഉണ്ടോന്നോ. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ മറ്റേ ഇൻ്റർനാഷണൽ വെൻഡർ, അപ്പം എനിക്ക് ആയിക്കോട്ടെ ഈസിലി സേ. അപ്പം ഞാൻ വെയിറ്റർ എന്ന് വിചാരിച്ചിട്ടുണ്ട്, ഇത് എന്തെന്നുണ്ടോ. അപ്പം എനിക്ക് പറയാലോ. അപ്പോൾ
അവർ കുറേ ഉണ്ട്, ഫാമിലിയാന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് പറയാം, ഞാനല്ല, നിങ്ങൾ എന്ത് എന്നോട് ചോദിക്കുന്നത് എല്ലാം പറയാം. അത് ചൂടാവുന്നവരും ഉണ്ടാവും. ആൻഡ് ദെൻ ഫ്ലിപ്പ് ഫോർ ദിസ് മൊമെന്റ് ആൻഡ് ഈ വേർഡ് ഹൗ വുഡ് ഐ എൻ മൈ സ്റ്റോറി. അതെന്റെ എൻറ്റയർ ലൈഫിന്റെ സ്റ്റോറി അല്ല, ആ മൊമെന്റിന്റെ സ്റ്റോറി. ഞാൻ വെച്ചു സാർ, ഞാൻ അങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു വെയിറ്റോട് പറഞ്ഞു, അത്രേ ഉള്ളൂ, തീർന്നു. മറ്റത് അയാൾക്ക് ഇനി ഇൻസൾട്ട് ആവാം, അയാളുടെ കുട്ടി അവിടെ എന്തിനാ, അവിടെ എന്താ ദ്രോഹം ഇല്ലല്ലോ. സോ ഓരോ ഡേയിലും ഇന്നത്തെ എന്റെ സ്റ്റോറി എങ്ങനെ ഉണ്ടാവാം. ഇത് ഭയങ്കര എലാബറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ദിവസം സംസാരിക്കാൻ പറ്റട്ടെ. നല്ല തിയറിയാണ് ചിലപ്പോൾ. കാരണം പല മോട്ടിവേഷനും ഇറ്റ് ഡസൻ ജസ്റ്റ് വർക്ക്. അതൊരു പെട്ടെന്ന് റെഡനാൻ നിന്നിട്ട് പോകും. പക്ഷെ ലൈഫിൽ പ്രാക്ടിക്കലാക്കാൻ പറ്റണമെന്നേ. ചെറിയ ചെറിയ അത് പറ്റട്ടെ. അല്ല, പറ്റുമല്ലോ. കാരണം ഇത് ഇപ്പം ഒരു നമ്മൾ ഹാപ്പിനെസ്സും ഇതൊക്കെ സീക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും അത് കഴിഞ്ഞിട്ടും ജീവിതം ഉണ്ടല്ലോ. വെനവർ നമുക്കൊരു ഗോൾ ഉണ്ട്, ഒരു വലിയ കാറ് വാങ്ങണം, വലിയ വീട് വെക്കണം. ആ വീട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ there has to be a law. കേട്ട് അപ്പോൾ ലോ ഈസ് നാച്ചുറൽ. നമ്മളൊരു കഥയായിട്ട് മാറാന്നുള്ള കൂടി ഉണ്ട്. അത് പറഞ്ഞു കേട്ട് ഒരു കഥയായിട്ട് എല്ലാവരും, ഞാനത് ശ്രദ്ധിച്ചു പറയുന്നതായിട്ട്, എല്ലാ ആൾക്കാരും കഥകളാണ് അല്ലേ? അതെ തീർച്ചയായിട്ടും ആണ്.